ഓം ശാന്തി. बाबा कहते बेटे बच्चे, ये तुम्हारी वानप्रस्थ अवस्था है, इसलिए एक बाप को याद करना है, निर्वाण धाम में चलने की तैयारी करना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതുകൊണ്ട് ഒരേയൊരു ബാബയെ ഓർമ്മിക്കണം, നിർവാണധാമത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. ചോദ്യം: बाप के पास किस बात का भेद नहीं है? ബാബയുടെ അടുക്കൽ ഏതൊരു കാര്യത്തിന്റെ ഭേദഭാവങ്ങളില്ല. ബാബയുടെ അടുക്കൽ ഏതൊരു കാര്യത്തിന്റെ വ്യത്യാസമില്ല. ബാബ പറയുന്നു, ഉത്തരം: ഗരീബ് ഓർ സാഹുക്കാർക്ക, നിർധനരുടെയും സമ്പന്നരുടെയും വ്യത്യാസം ബാബയുടെ അടുക്കലില്ല. ബാബയ്ക്ക് എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. ഹരേക്ക് പുരുഷാരത് സെ അപ്ന ഊഞ്ച് പദ് പാനെ കാ അധികാർ ഹെ. ഓരോ കുട്ടികൾക്കും തന്റെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി കരസ്ഥമാക്കുവാനുള്ള അധികാരമുണ്ട്. ആകെ ചൽ സബ്കോ അപ്നെ പദ് കാ സാക്ഷാത്കാർ ഹോഗ. മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും തന്റെ പദവിയുടെ സാക്ഷാത്കാരം ലഭിക്കും. ബാബ कहते हैं, मैं हूं गरीब निवाज, इसलिए अभी गरीब बच्चों की सब आशाएं पूरी करते हैं. മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും അവരവരുടെ പദവിയുടെ സാക്ഷാത്കാരം ലഭിക്കും. ബാബ പറയാണ്, ഞാൻ പാവങ്ങളുടെ പങ്കാളിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിർധനരായിട്ടുള്ള കുട്ടികളുടെ സർവ ആശകളെയും ഞാൻ പൂർത്തീകരിക്കുകയാണ്. അന്തിമ സമയം, ഇത് അന്തിമ സമയമാണ്. കിസ്കി ദബി രഹേഗി ധൂൾ മേ, ജോ ബാപ് കോ ഇൻഷുർ കർത്തെ ഹെ ഉൻകാ സഫൽ ഹോത്തെ. ഇത് അന്തിമ സമയമാണ് അല്ലെ. എത്ര സമ്പത്തുണ്ടെങ്കിലും ചിലരുടെ സമ്പത്ത് അല്ലെ മണ്ണിനടിയിലായി പോകും, ചിലരുടെ ഗവൺമെന്റ് കൊണ്ടുപോകും, സർക്കാർ കൊണ്ടുപോകും അല്ലെ, ചിലരുടെ കള്ളം കൊണ്ടുപോകും, പല പ്രകാരത്തില് നഷ്ടങ്ങൾ സംഭവിക്കും. ജോ ബാപ്കോ ഇൻഷുർ കർത്തെ ഹെ ക സഫൽ ഹോത്താ ഹെ. ആരാണോ ബാബയ്ക്ക് ഇൻഷുർ ചെയ്യുന്നത് അവർക്കാണ് എല്ലാം സഫലമാകും. ബാബയ്ക്ക് ഇൻഷുർ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാം സഫലമാകും. അപ്പോ ബാബയുടെ അടുക്കല് ഒരിക്കലും നിർധനരെന്നോ സമ്പന്നരെന്നോ ഉള്ള വ്യത്യാസമില്ല, ഭേദഭാവങ്ങളില്ല. ഓരോ കുട്ടികൾക്കും തന്റെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി കരസ്ഥമാക്കാം. അതിനുള്ള അധികാരമുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ തന്റെ പദവിയുടെ സാക്ഷാത്കാരം കുട്ടികൾക്ക് ലഭിക്കും അല്ലെ. ബാബ പറയുന്നത്, ഞാൻ നിർധനരുടെ പങ്കാളിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിർധനരായിട്ടുള്ള കുട്ടികളുടെ എല്ലാ ആശകളെയും ഞാൻ പൂർത്തീകരിക്കുകയാണ്. അന്തിമ സമയത്ത് അല്ലെ, വിനാശത്തിന്റെ സമയത്ത് പല പ്രകാരത്തിലും എന്ത് സംഭവിക്കും അല്ലെ, നാശം സംഭവിക്കും. പലർക്കും പലതും നഷ്ടമാകും. പക്ഷെ ഇവിടെ ബാബയ്ക്ക് കുട്ടികള് ഇൻഷുർ ചെയ്യാണ്. അതിലൂടെ കുട്ടികൾക്ക് സഫലതയുണ്ടാകും. ഗീതം: ആഖിർ വോ ദിൻ ആയ ആജ്, കാത്തിരുന്ന നാളിത വന്നു കഴിഞ്ഞു. ഓം ശാന്തി. ഇസ്കാ അർത്ഥ തോ ബിൽക്കുൽ സിമ്പിൾ ഹെ. ഇതിന്റെ അർത്ഥം പൂർണ്ണമായും സിമ്പിൾ ആണ്. ഹരേക്ക് ബാത്ത് സെക്കൻഡ് മേ സമജ്നെ കി. ഓരോ കാര്യങ്ങളും സെക്കൻഡിൽ മനസ്സിലാക്കേണ്ടുന്നതാണ്. സെക്കൻഡ് മേ ബാപ് സെ വർഷ ലേനാ ഹെ, ബच्चे जानते हैं कि ബേഹദ് കാ ബാപ് ആയാ ഹെ. അല്ലെ, ഒരു സെക്കൻഡിലാണ് നമുക്ക് ബാബയിൽ നിന്നും സ്വത്ത് നേടേണ്ടത്. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തിയാണ്. ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടാൻ നമ്മൾ യോഗ്യരാകുന്നത് ഒരു സെക്കൻഡിലാണ് അല്ലെ. ബാബ പറയാണ്, ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. ഓരോ കാര്യങ്ങളും സെക്കൻഡിൽ മനസ്സിലാക്കേണ്ടതാണ്. ബच्चे जानते हैं ബേഹദ് കാ ബാപ് आ गया है, परंतु ये निश्चय भी कोई कोई को स्थायी बैठता नहीं. ഇവിടെ കുട്ടികൾക്ക് അറിയാം, പരിധികളില്ലാത്ത അച്ഛൻ വന്നിരിക്കുകയാണ് അല്ലെ. കുട്ടികൾക്ക് നിശ്ചയമുണ്ട് അല്ലെ. ചിലരുടെ ബുദ്ധിയിൽ സ്ഥായിയായിട്ട് കാര്യങ്ങൾ ഇരിക്കുന്നില്ല.
जैसे लौकिक संबंध में माँ को बच्चा पैदा होता है, जट समझ जाता है ये जन्म दे और पालना करने वाली. ലൗകിക സംബന്ധങ്ങളിൽ പോലും അമ്മയ്ക്ക് തന്റെ കുട്ടി ജനിക്കാൻ പോകുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും ഇവർ ഈ കുട്ടിക്ക് ജന്മം നൽകും, ആ കുഞ്ഞിനെ പാലിക്കാൻ പോകുന്നവളാണ്, കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നവളാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. तो यहाँ भी जट समझना चाहिए. അതേപോലെ ഇവിടെ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. अब तुम बच्चे जानते हो भक्ति के बाद ही भगवान आते हैं. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അറിയാം ഭക്തിക്ക് ശേഷമാണ് ഭഗവാൻ വരുന്നത്. अब ഭക്തി कितना समय चलता है അല്ലേ? ഭക്തി എന്ന് പറയുന്നത് എത്ര സമയം ഉണ്ടായിരിക്കും? കബ് ശുരു ഹോത്താ ഹെ, എപ്പോഴാണ് ഭക്തി ആരംഭിക്കുന്നത്? യേ ദുനിയ കോയി നഹി ജാനത്തെ, ഇത് ലോകർക്ക് അറിഞ്ഞേക്കൂടാ അല്ലെ? ലോകർക്ക് ഈ കാര്യങ്ങൾ അറിയുകയില്ല. സിവായി തും ബച്ചോക്കെ, നിങ്ങൾ കുട്ടികൾക്കല്ലാതെ ലോകത്തിലുള്ളവർക്ക് ഒന്നും അറിയില്ല. ബാബ വന്നിട്ടാണ് ഭക്തി എപ്പോഴാണ് ആരംഭിക്കുന്നത് അല്ലെ? നിങ്ങൾക്ക് സത്യയുഗത്തില് നിങ്ങൾ ചക്രവർത്തി പദവിയിലായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബ വന്നിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. तो तुम बता सकते हो भक्ति कब शुरू हुई? मनुष्य तो कहेंगे परंपरा से चली आती है. നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഭക്തി എപ്പോഴാണ് ആരംഭിച്ചത്. മനുഷ്യര് പറയും പാരമ്പര്യമായിട്ടാണ് ഇതെല്ലാം നടന്നു വന്നത്, പരമ്പരയായിട്ട് ഇതെല്ലാം നടന്നു വരികയാണ് എന്നേ അല്ലെ മനുഷ്യർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ, ഇന്ന സമയത്ത് ഇത് ആരംഭിച്ചു എന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. ജ്ഞാൻ ഓർ ഭക്തി ദോ ചീസേ ജരൂർ ഹെ. ജ്ഞാനവും ഭക്തിയും ഈ രണ്ട് വസ്തുക്കൾ തീർച്ചയായിട്ടും ഉണ്ട്. കഹത്തെ ഹെ യേ അനാദി ചൽത്തി ആത്തി, പറയും ഇത് അനാദിയായിട്ട് നടക്കുന്നതാണ്. കഹത്തെ ഹെ അനാദി ചൽത്തി ആത്തി ഹെ പരന്തു അനാദി കാ ഭി അർത്ഥ നഹി സമജ്തേ. പക്ഷെ അനാദിയുടെ അർത്ഥം അവർക്കറിയില്ല. അനാദിയായിട്ട് ഇത് നടന്നു വരുന്നതാണ്, പരമ്പരയായിട്ട് ഇത് നടന്നു വരുന്നതാണ് എന്നൊക്കെ പറയുമെങ്കിലും അനാദിയുടെ അർത്ഥം പോലും അവർക്കറിയില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഡ്രാമക്ക ചക്ര അനാദി കാൽസെ ഫിർത്ത രഹതാ ഹി. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അനാദിയായിട്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ വാസ്തവികമായ അർത്ഥം എന്താണ്. അതായത് ഈ ഡ്രാമയുടെ ചക്രം അനാദി കാലത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനാദി കാലത്തിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക ഈ ഡ്രാമയുടെ ചക്രം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വീണ്ടും സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് അനാദികാലങ്ങളായി അല്ലെ? അതായത് ഈ ചക്രം നിൽക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചക്രം കറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് 5000 വർഷത്തിന്റെ ചക്രമാണ്. പക്ഷേ ഇത് അനാദി കാലങ്ങളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന്റെ ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് പുനരാവർത്തിക്കപ്പെടുന്ന സൃഷ്ടി നാടകത്തിന്റെ ചക്രമാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അനാദി കാലത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. तो इसका आदि अंत नहीं है. അപ്പൊ ഈ അനാദി കാലത്തിന്റെ ഈ ചക്രത്തിന് ആദിയുമില്ല അന്ത്യവുമില്ല അല്ലെ? ഈ അനാദികാലത്തിന്റെ ചക്രത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. ഇവിടെ അങ്ങനെയല്ലേ? ജനുവരി കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ വരും, ഡിസംബർ കഴിഞ്ഞാൽ വീണ്ടും ജനുവരി വരും അല്ലെ? ഇത് എത്ര കാലമായി കറങ്ങാൻ തുടങ്ങിയിട്ട്? ഈ കറക്കം തുടങ്ങിയിട്ട് കുറെ കാലേ ഇല്ലേ? എത്രയോ മനുഷ്യര് ഭൂമിയിൽ ജീവിച്ചു, എത്രയോ മനുഷ്യര് ആയുസെത്തി ദേഹം വെടിഞ്ഞു അല്ലെ? അപ്പോ പിന്നെയും എത്രയോ തലമുറകൾ കടന്നുപോയി. അനാദിയായിട്ട് ഈ ചക്രത്തിലൂടെ നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. तो ये ड्रामा का चक्र अनादि काल से फिरता रहता है, उनका आदि अंत नहीं. मनुष्य तो गोपड़े लगाते रहते हैं. മനുഷ്യര് ഒരുപാട് കെട്ടുകഥകൾ ചമയ്ക്കുകയാണ്. तो कभी कहते इतने वर्ष हुए, कभी कहते इतने वर्ष. ചിലപ്പോ പറയും ഇത്രയും വർഷമായി, ചിലപ്പോ പറയും അത്രയും വർഷമായി അല്ലെ? ചിലപ്പോ പറയും കലിയുഗം തീരാൻ 45,000 വർഷം. ഓരോ യുഗങ്ങളും ലക്ഷക്കണക്കിന് വർഷം. ബാപ്പാക്കർ സബ് സിദ്ധക്കർ ബത്താത്തെ. ഓരോ മനുഷ്യര് ഓരോ രീതിയിൽ പറയും.
ഭാവം എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വളരെ വ്യക്തമായി, വളരെ ക്ലിയറായി, തെളിവോടുകൂടി മനസ്സിലാക്കി തരികയാണ്. ശാസ്ത്ര ആദി പഠിനേസെ കൊയി ബാപ് കി പ്രാപ്തി നഹി ഹോ. ശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ടോ, വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ, ഉപനിഷത്തുക്കൾ പഠിച്ചത് കൊണ്ടോ, എന്തെല്ലാം പഠിച്ചാലും ഒരിക്കലും പരമാത്മാവിനെ ലഭിക്കുന്നില്ല, ഈശ്വരനെ കിട്ടുന്നില്ല. അപ്പൊ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ട് ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നില്ല. ബാപ് കി പ്രാപ്തി തോ സെക്കൻഡ് മേ ഹോത്തി. അപ്രതീക്ഷിതമായി അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡിൽ ലഭിക്കുന്നതാണ് ഈശ്വര പ്രാപ്തി. ഭഗവാനെ നമുക്ക് ലഭിച്ചത് എപ്പോഴാണ്? ജീവിതത്തിന്റെ ഏതോ ഒരു സെക്കൻഡിലല്ലേ നമുക്ക് ലഭിച്ചത്, അല്ലെ? അപ്പൊ ഒരു സെക്കൻഡിലാണ് നമുക്ക് ലഭിച്ചത്. സെക്കൻഡ് മേ ജീവൻ മുക്തി. പിന്നെന്താ പറയാ? സെക്കൻഡിൽ ഭഗവാനെ ലഭിച്ചു, സെക്കൻഡിൽ ജീവൻ മുക്തി. ഭഗവാന്റെ കുട്ടിയായി എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ലഭിച്ചു? സെക്കൻഡിൽ ജീവൻ മുക്തി. तो ये भी इसको पता नहीं कि बाप कब आते. ബാബ എപ്പോഴാണ് വരുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. तो कल्प की आयु लंबी कर दी है. കൽപ്പത്തിന്റെ ആയുസ്സിനെ വളരെ നീളമുള്ളതാക്കി കാണിച്ചിരിക്കുന്നു. അപ്പൊ ബാപ് तो जानते हैं कि बच्चे सब कुछ जानते हैं, परंतु वंडर ये है जो 10-20 वर्ष में भी कोई पूरा निश्चय नहीं होता. അല്ലെ? ബാബയ്ക്ക് അറിയാം, അല്ലെ? കുട്ടികൾക്കും എല്ലാം അറിയാം. പക്ഷെ വളരെ അത്ഭുതമാണ്, 10 വർഷമായിട്ടും 20 വർഷമായിട്ടും പൂർണ്ണമായും നിശ്ചയമില്ലാത്ത കുട്ടികളുണ്ട്, അല്ലെ? 10 വർഷമായി 20 വർഷമായി ഈ ജ്ഞാനം ലോകത്തിന് പറഞ്ഞു കൊടുത്തു, അല്ലെ? എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അതിശക്തമായ, അല്ലെ, മായയുടെ ശക്തമായ കൊടുങ്കാറ്റ് വരുമ്പോൾ തലകുത്തി താഴെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോ അതായത് 10-20 വർഷമായിട്ടും എന്ത് വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? വികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാന് ഡൈവേഴ്സ് കൊടുത്തിട്ട് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെ? അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യാ? യജ്ഞത്തിനെ മുഴുവൻ നിന്ദിച്ചുകൊണ്ട്, യജ്ഞത്തിൽ ഇരിക്കുന്നവരെ നിന്ദിച്ചുകൊണ്ട്, നിമിത്തമായവരെയും നിന്ദിച്ചുകൊണ്ടായിരിക്കും അവര് പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ കാമം കൊണ്ടാണ് അവര് പോകുന്നത്, വികാരങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് അവര് പോകുന്നത് എന്ന് പറയൂ? പറയില്ല. അവരെന്ത് പറയും? ബാബയെ കുറ്റം പറയും, യജ്ഞത്തെ കുറ്റം പറയും, അല്ലെ? നിമിത്തമായിരിക്കുന്നവരെ കുറ്റം പറയും, പരിവാരത്തെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും അവര് പോകുന്നത്. അപ്പോ ശരിക്കും എന്താണ്? 10-20 വർഷമായിട്ടും പൂർണ്ണമായിട്ടുള്ള നിശ്ചയമില്ല, അല്ലെ? പരമാത്മാവിനാണോ, വികാരങ്ങൾ വരുമ്പോ പരമാത്മാവിനുള്ള മൂല്യം നഷ്ടപ്പെടുന്നു, അല്ലെ? വികാരങ്ങളുടെ മൂല്യം കൂടുന്നു. അതുകൊണ്ടാണ് വികാരങ്ങളിലേക്കുള്ള പതനം സംഭവിക്കുന്നത്. तो निश्चय होने के बाद फिर तो कभी कह ना सके हमारा बाप नहीं है. അല്ലെ? നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് നിശ്ചയം ഉണ്ടായതിനു ശേഷം ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് എന്റെ അച്ഛനല്ല, അല്ലെ? അച്ഛനിൽ നമുക്ക് ആത്മീയ അച്ഛന് നിശ്ചയം വന്നതിന് ശേഷം പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് നമ്മുടെ അച്ഛനല്ല എന്ന്? പക്ഷെ ബാബയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൂർണ്ണമായ നിശ്ചയമില്ലായിരുന്നു. अब तुम किसको परिचय देते हो सेकंड में निश्चय हो जाता. അല്ലെ? നിങ്ങൾ ഇപ്പോൾ ആർക്ക് അല്ലെ ബാബയുടെ പരിചയം കൊടുത്താലും അവർക്ക് സെക്കൻഡിൽ നിശ്ചയം ഉണ്ടാകുന്നു. ജനയ്ക്ക് ബാത്ത് ബി വിചാടി കി ഹെ. ജനകന്റെ കാര്യവും അവസാനത്തെയാണ്, അന്തിമ സമയത്തെയാണ്. ക്യോങ്കി ദിൻ പ്രതിദിൻ ബഹുത് സഹജ് ഹോത്താ ജാത്താ ഹെ. സെക്കൻഡിൽ ജീവൻ മുക്തിയാണ് ജനകന് ലഭിച്ചത്. ബാബ പറയാണ് ഇത് അന്തിമ നാളുകളുടേതാണ്, ദിനം പ്രതിദിനം ഇത് വളരെ സഹജമാണ്, അല്ലെ? ബാബ ആദ്യം യജ്ഞം ആരംഭിച്ച സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ഈ ജ്ഞാനം കൊടുത്തില്ലല്ലോ, അല്ലെ? ബാബ ഓം മണ്ഡലി, അല്ലെ, ഓം ധ്വനിയാണ് മുഴക്കിയത്. ആ ഓം ധ്വനി കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ എല്ലാവരും ട്രാൻസിൽ പോയി സത്യയുഗത്തിന്റെ സത്യയുഗത്തിൽ നമ്മൾ ഒറിജിനലായിട്ട് ചെന്ന് ചേർന്നതും നമ്മൾ സ്വയം ദേവതയാണെന്നും അവർ സ്വയം അനുഭവിച്ചറിഞ്ഞു. അവർക്ക് അനുഭവം ഉണ്ടായി അവര് ദേവതയാണെന്ന്. ആ നാച്ചുറൽ ആയിട്ടുള്ള അനുഭവങ്ങളിലേക്കാണ് അവർ പോയത്, അല്ലെ? അവർക്ക് നിറയെ സാക്ഷാത്കാരങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ്, അല്ലെ? അതിനുശേഷം ബാബ പതുക്കെയാണ് കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകാൻ ആരംഭിച്ചത്. പക്ഷെ കുട്ടികള് ഈ ജ്ഞാനം കേട്ടു. അന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്? സത്യയുഗത്തിന്റെ ആദിയിൽ വരാനുള്ള അത്ര ക്വാളിറ്റിയുള്ള ആത്മാക്കളാണ്. അതുകൊണ്ട് അവര് പറഞ്ഞ നിമിഷം തന്നെ ബാബയുടെ എല്ലാ നിയമങ്ങളും ജീവിതത്തില് അവർക്ക് പാലിക്കുന്നത് പോലും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. അവര് വളരെ സഹജമായിട്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചു. ഇത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ കുട്ടികൾക്ക്, അല്ലെ? നിയമങ്ങൾ പാലിക്കാൻ അവരൊരിക്കലും ആലോചിച്ചില്ല,
അല്ലെ? അവരെല്ലാ നിയമങ്ങളും സെക്കൻഡിൽ ബാബ പറഞ്ഞ നിമിഷം തന്നെ ബാബയിൽ നിശ്ചയം വന്നു, അല്ലെ? ആ നിയമങ്ങളിലൂടെ അവർ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ പിന്നെ എന്താണ്, ഈ ജ്ഞാനത്തെ തന്റെ ജീവിതത്തിൽ പകർത്തി, ഈ ജ്ഞാനത്തെ മനനം ചെയ്ത് അങ്ങനെ മറ്റുള്ളവർക്കും പകർന്നു കൊടുത്ത്, അല്ലെ? വർഷകാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ജ്ഞാനത്തിനെ മനനം ചെയ്യുമ്പോൾ അതിന്റെ വെണ്ണ ലഭിക്കുന്ന പോലെ ഈ ജ്ഞാനം കൂടുതൽ കൂടുതൽ സഹജമായി. കാരണം അനുഭവങ്ങൾ നമുക്ക് നിറയെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴും, അല്ലെ? നമുക്ക് തപസ്സിലൂടെ നമുക്ക് നിറയെ അനുഭൂതികൾ ലഭിക്കുമ്പോഴും, അല്ലെ? ബാബ പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അനുഭവീയ മൂർത്തികളായി മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ജ്ഞാനം നമുക്ക് സഹജമായിട്ട് നൽകുവാൻ കഴിയും. എന്നുവെച്ചാൽ ഇപ്പൊ അരിയും പച്ചക്കറിയും കൊണ്ടുവന്നിട്ട് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ എളുപ്പമാണ്. പച്ചക്കറി അരിയും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ പരമാത്മാവ് നൽകുന്ന ജ്ഞാനത്തിന്റെ അനുഭവി മൂർത്തികളായി തീരുന്ന കുട്ടികൾക്ക് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് വളരെ സഹജമായിട്ട് പകർന്നു നൽകാൻ പറ്റും. അപ്പൊ മറ്റുള്ളവർക്ക് അത് സഹജമായി സ്വീകരിക്കാനും സാധിക്കും. അപ്പൊ അതിനെയാണ് പറയുന്നത് സെക്കൻഡിൽ ജീവൻ മുക്തി. എന്നുവെച്ചാല് സെക്കൻഡിൽ ഈ ജ്ഞാനത്തെ നമ്മൾ സഹജമായിട്ട് അത് അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിന്റെ ലഹരിയിലേക്ക് വരുമ്പോൾ നമുക്ക് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് വെച്ചാൽ ആ ജീവൻ മുക്ത പദവിയിലേക്ക് നമ്മുടെ ജീവിതത്തിലെ പഞ്ചവികാരങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സഹജമാകുന്നു. അവിടെ സെക്കൻഡിൽ കുട്ടികൾക്ക് ബാബയുടെ പരിചയം ലഭിക്കുമ്പോൾ നിശ്ചയം ഉണ്ടാകുന്നു, അല്ലെ? ജനകന്റെ കാര്യം അതാണ്. ദിനം പ്രതിദിനം ഈ ജ്ഞാനം വളരെ സഹജമാവുകയാണ്. ऐसे अच्छे अच्छे points निकलती हैं जट किसको निश्चय हो जाए. ബാബ അത്രയും നല്ല പോയിന്റുകൾ കുട്ടികളോട് പറയുന്നു, അല്ലെ? അത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് സെക്കൻഡിൽ നിശ്ചയം ഉണ്ടാകുന്നു. ബാബ कहते हैं बच्चे अशरीरी भव. ബാബ പറയാണ്, കുട്ടികളെ അശരീരി ഭവ. जो अनेक देह के धर्म है उनको छोड़ो. അനേക ദേഹത്തിന്റെ ധർമ്മങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കൂ. അസുരത്തോ ഏക ധർമ്മത. യഥാർത്ഥത്തിൽ ഒരു ധർമ്മം മാത്രമാണുള്ളത്. ഏകസേഹി വൃദ്ധി ഹോഗി. ഒരു ധർമ്മത്തിലൂടെയാണ് വൃദ്ധി ഉണ്ടാകുന്നത്. കാതലായിരിക്കുന്നത് ഒരു ധർമ്മം മാത്രമാണ്. മറ്റു ധർമ്മങ്ങൾക്ക് എന്താ പ്രത്യേകത, അല്ലെ? മറ്റു ധർമ്മങ്ങളിൽ വരുന്നവർക്ക് എന്താ, അവരെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്, എന്താണ്, ഒരു പ്രക്രിയ ഉണ്ട്. അത് ചെയ്താലേ അവര് അതാകുള്ളൂ. ഇപ്പൊ ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ മാമോദിസ മുക്കണം, അല്ലെ? മുസ്ലിം ആകാൻ ഒരു ചടങ്ങുണ്ട്. എങ്കിലേ അപ്പൊ അവര് ജനിച്ചപ്പോ ആരായിരുന്നു? അവര് സനാതന ധർമ്മത്തിന്റെ ആളുകളായിരുന്നു. അല്ലെങ്കിൽ ഇവര് ജനിച്ചിട്ട് ഇത്ര ദിവസത്തിന് ശേഷം എന്തിനാണ് അവരെ അങ്ങനെ ഒരു ചടങ്ങ്, ആ ധർമ്മത്തിലേക്ക് ആക്കുന്ന ഒരു ചടങ്ങ്? അപ്പൊ അവര് ആ ധർമ്മത്തിൽപ്പെട്ടവരല്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തില്, അല്ലെ? ഇന്ന് ആ യഥാർത്ഥത്തിൽ ഒറ്റ ധർമ്മം മാത്രമേ ഉള്ളൂ. ഈ സൃഷ്ടി വൃക്ഷത്തിന്റെ തായ് വേരും തായ് തടിയുമായിരിക്കുന്നത് ഒരു ധർമ്മമാണ്. ആ ഒരു ധർമ്മത്തിൽ നിന്നാണ് മറ്റെല്ലാ അനേക ധർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? ശാഖോപശാഖകളായിട്ട് മറ്റു ധർമ്മങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു ധർമ്മം മാത്രമാണ്. അപ്പൊ ബാബ പറയാണ്, യഥാർത്ഥത്തിൽ ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിൽ നിന്നാണ് മറ്റെല്ലാ ധർമ്മങ്ങളുടെയും വൃദ്ധി ദ്വാപരയുഗം മുതൽ ഉണ്ടായത്. तो ये है വെറൈറ്റി മനുഷ്യ സൃഷ്ടി കാ ജാഡ്. ഇത് വെറൈറ്റി ആയ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ, മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷമാണ്. മനുഷ്യോं की बात है. ഇത് മനുഷ്യരുടെ കാര്യമാണ്. വെറൈറ്റി ധർമ്മം കെ ജാഡ് കോ ഭി ജാനന പടേ. വെറൈറ്റി ആയിട്ടുള്ള ഈ ധർമ്മത്തിന്റെ വൃക്ഷത്തെ നമ്മൾ അറിയണം. धर्म का कॉन्फ्रेंस होती है परंतु उनको पता ही नहीं कि पहले पहले പൂജ്യ ധർമ്മ കോൺസാ ഹെ. ധർമ്മങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ അവർക്കറിയില്ല ആദ്യം പൂജനീയ ധർമ്മം ഏതായിരുന്നു, അല്ലെ? ബുദ്ധിമേ ആനാചായി. ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിൽ വരണം. ഭാരത് പ്രാചീന ധർമ്മ വാലാ ഹെ तो जरूर പ്രാചീന ധർമ്മ പരംപിത പരമാത്മാനെ ഹി രചാ ഹോഗ. ഭാരതത്തിൽ പ്രാചീന ധർമ്മം ഉണ്ടായിരുന്നു, അല്ലെ? ഭാരതത്തിന്റെ ധർമ്മം പ്രാചീന ധർമ്മമാണ്. പക്ഷെ ആ പ്രാചീന ധർമ്മം പരമപിത പരമാത്മാവാണ് രചിച്ചത്. ഭാരതമേ ഗായബി ജാത്ത ഹെ ശിവജയന്തി. ഭാരതത്തിൽ മഹിമ പാടുന്നത് ശിവജയന്തിയുടെ മഹിമയാണ്. മന്ദിർ ബി ഡേരോ കെ ഡേർ, അല്ലെ? ക്ഷേത്രങ്ങളാണെങ്കിലും നിരവധിയുണ്ട്. സബ്സെ ബഡേത്തെ ബഡാ മന്ദിർ ബാബ്കാ ഹെ, അല്ലെ? ഏറ്റവും വലിയതിനും വലിയ ക്ഷേത്രം ബാബയുടെ ക്ഷേത്രമാണ്, അല്ലെ? സബ്സെ ബഡേത്തെ ബഡാ മന്ദിർ ബാബ്കാ ഹെ അല്ലെ? ബാബ പറയുന്ന ഏറ്റവും വലിയതിലും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? നിർവാണധാമം. നിർവാണധാമമാണ് പരമമായ ക്ഷേത്രം.
എല്ലാവരും ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു, ദൈവം ഇരിക്കുന്നു എന്നല്ലേ വിശ്വസിക്കുന്നത്, അല്ലെ? ബാബ പറയുന്ന നിർവാണധാമമാണ് ഏറ്റവും വലിയ ക്ഷേത്രം, പരമമായ ക്ഷേത്രം. तो जगह हम आत्मा ये बाप के साथ रहती है, അവിടെയാണ് നമ്മൾ ആത്മാക്കൾ ബാബയുടെ കൂടെ വസിക്കുന്നത്. तो मंदिर रहने का स्थान होता है, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അല്ലെ ദേവതകളെ വസിക്കുന്ന സ്ഥാനമാണ്. तो महतत्व इतना बड़ा मंदिर है, അപ്പൊ ബ്രഹ്മ മഹത്തത്വം എന്ന് പറയുന്നത് എത്രയോ വലിയ ക്ഷേത്രമാണ്. तुम्हारी बुद्धि में आना चाहिए ब्रह्म महतत्व जो सबसे ऊंचते ऊंच मंदिर है, അല്ലെ? നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം ബ്രഹ്മ മഹത്തത്വം ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രമാണ്. ഹം സബ് വഹാം കെ രഹനെ വാലെ ഹെ, നമ്മൾ എല്ലാവരും തന്നെ ആ ബ്രഹ്മ മഹത്തത്വത്തിൽ നിവസിക്കുന്നവരാണ്. വഹ സൂര്യ ചാന്ദ് നഹി ഹോത്തെ ലേക്കിൻ രാത് ദിൻ നഹി ഹോത്ത. ബാബ പറയാണ് ബ്രഹ്മ മഹത്തത്വത്തിൽ എന്തില്ല? സൂര്യചന്ദ്ര നക്ഷത്രാദികളില്ല. അപ്പൊ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ അവിടെ ഇല്ല എങ്കില് അവിടെ രാത്രിയുമില്ല പകലുമില്ല. അവിടെ എപ്പോഴും സ്വർണ്ണ ചുവപ്പ് പ്രകാശം വ്യാപിച്ചിരിക്കുന്ന അനന്തമായ ലോകമാണ്. അസുര ഹമാര റുഹാനി മന്ദിർ ഓ നിർവാണധാം ഹേ, ആ അതിമനോഹരമായ അതിസുന്ദരമായ ലോകമാണ്, ആ സ്വർണ്ണ ചുവപ്പ് നിറമാർന്ന ആ ലോകമാണ് എന്ത്? യഥാർത്ഥത്തിൽ ആത്മീയ ക്ഷേത്രം, പരമമായ ക്ഷേത്രം, അല്ലെ? പരമാത്മാവ് നിവസിക്കുന്ന ക്ഷേത്രം. വഹി ആ ക്ഷേത്രത്തിന്റെ എന്താണ് പ്രതീകങ്ങളായിട്ടാണ് ഇവിടെ ക്ഷേത്രങ്ങള്. ഭഗവാൻ ഇരിക്കുന്ന ആ സ്ഥാനത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് ഇവിടെ ക്ഷേത്രങ്ങൾ ഉള്ളത്, അല്ലെ? ഇവിടെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ ദേവതകളുടെ വിഗ്രഹം വെച്ച് നമ്മൾ ആരാധിക്കുന്നു, അവിടെ ഒറിജിനൽ ആയിട്ട് ഭഗവാൻ ഇരിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. तो असल में हमारा रूहानी मंदिर वो निर्वाण धाम है, तो वही शिवालय है, ആ നിർവാണധാമമാണ് യഥാർത്ഥമായ ആത്മീയ ക്ഷേത്രം, അതാണ് ശിവാലയം. ജഹാ ഹം ശിവക്കെ സാത്ത് രഹത്തെ ഹെ, അല്ലെ? ആ ശിവാലയത്തിലാണ് ശിവ ഭഗവാന്റെ കൂടെ നമ്മൾ ആത്മാക്കൾ നിവസിക്കുന്നത്. तो शिव बाबा कहते हैं मैं उस शिवालय का रहने वाला हूँ. ബാബ പറയാണ് ഞാൻ ആ ശിവാലയത്തിൽ നിവസിക്കുന്നവനാണ്. वो है बेहद का शिवालय. ബാബ പറയാണ് ശിവക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ ബ്രഹ്മലോകം എന്ന് പറയുന്നത് പരിധികളില്ലാത്ത ശിവാലയമാണ്. തും ശിവക്കെ ബച്ചേ ബി വഹാ രഹത്തെ ഹോ, അല്ലെ? നമ്മൾ ശിവന്റെ കുട്ടികളും അവിടെയാണ് നിവസിക്കുന്നത്. വോ ഉൻകാ കോർപ്പോറിയൽ ശിവാലയം. ബാബ പറയാണ് ശരിക്കും ഇവിടെ കാണുന്നത് എന്താണ്? സാകാരത്തിലുള്ള ശിവാലയം, അത് നിരാകാരി ശിവാലയം. അപ്പൊ നിരാകാരി ശിവാലയാണ്, അല്ലെ? ബ്രഹ്മലോകത്തില് ആരാ ഉള്ളത്? നിരാകാരിയായ പരമാത്മാവ് നിവസിക്കുന്ന സ്ഥാനം നിരാകാരി ശിവാലയം. ഫിർ കോർപ്പോറിയൽ മേ ആത്തെ ഹെ, പിന്നെ നമ്മൾ ഈ സാകാര ലോകത്തിലേക്ക് വരികയാണ്. യഹ രഹനെ കാ സ്ഥാൻ ബനേഗ, ഈ സാകാര ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും വസിക്കാനുള്ള സ്ഥാനങ്ങൾ തയ്യാറാകും. അഭി ശിവ ബാബ യഹാ ഹെ തോ ഈ ശരീർ മേ ബൈഠാ ഹുവാ ഹെ, ഇപ്പോൾ ശിവാലയത്തിൽ ഇരിക്കുന്ന ശിവപിതാവ് എവിടെയുണ്ട്? അല്ലെ? ശിവബാബ ഇവിടെയാണുള്ളത്, അല്ലെ? അതായത് ബ്രഹ്മാവിന്റെ ശരീരത്തിൽ ഇരിക്കുകയാണ്. तो ये है चैतन्य शिवालय जिससे तुम बातचीत कर सकते हो, അല്ലെ? ഇത് ചൈതന്യ ശിവാലയമാണ്, അല്ലെ? ബാബ പറയാണ് ബ്രഹ്മബാബ ആരാണ്? ചൈതന്യ ശിവാലയം. ബാബയോട് നിങ്ങൾക്ക് ശിവബാബയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അന്നുണ്ടായിരുന്ന കുട്ടികൾ എന്ത് ഭാഗ്യശാലികൾ, അല്ലെ? ശിവബാബ ബ്രഹ്മാവില് വരുമ്പോ അവർക്ക് ചെന്ന് സംസാരിക്കാം, അല്ലെ? ബാബ ഓരോ കുട്ടികളെയും ആ സമയത്ത് എന്താണ്, കുറച്ചു കുട്ടികളല്ലേ ഉള്ളൂ, ഓരോരുത്തർക്കും ബാബ ദൃഷ്ടി നൽകി വരദാനം നൽകി ടോളി കൊടുക്കായിരുന്നു. ദൃഷ്ടി നൽകി ഓരോ കുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം വരദാനം. ഇപ്പൊ ഡെയിലി നമ്മള് ഈ വരദാനം കാണുന്നില്ലേ, അതേപോലെ ഇത്രയും വരികളിലൂടെയാണ്, ഇത്രയും വരികൾ ബാബ പറയും. ഓരോ കുട്ടികൾക്കും വരദാനം കൊടുക്കും, ദൃഷ്ടി കൊടുത്ത്, എന്നിട്ട് അല്ലെ അവർക്ക് ടോളി കൊടുക്കും. तो वही शिवालय है जहाँ हम शिव बाबा के साथ रहते हैं, तो जिससे तुम बातचीत कर सकते हो. तो ये निर्वाण धाम भी शिव बाबा का शिवालय है. ബാബ പറയാണ് ഈ നിർവാണ ധാമം
ശിവബാബയുടെ ശിവാലയമാണ്. ജഹാ ഹം ആത്മായി രഹതി ഹെ, അവിടെയാണ് നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത്. വോ ഘർ സബ്കോ യാദ് പടുത്താ ഹെ, ആ വീട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വഹാസെ ഹം ആത്തെ ഹെ പാർട്ട് ബജാനെ, അവിടെ നിന്നാണ് നമ്മൾ പാർട്ട് അഭിനയിക്കാനായിട്ട് ഇവിടേക്ക് വന്നത്. സദോ രജോ തമോമേ ഉസ്മേ ഹറേക്കോ ആനാഹി ഹോത്താ ഹെ, സദോ രജോ തമോയിലേക്ക് ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വന്ന പിന്നെന്താണ്, സദോ രജോ തമോയിലേക്ക് നമ്മൾ വന്നേ മതിയാകൂ അല്ലെ, കാരണം നമ്മൾ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ സദോ രജോ തമോയിലൂടെ കടന്നു പോകണം. ഈ ബാത്ത് ദുനിയാമേ കിസ്കി ബുദ്ധിമേ നഹി, ഈ കാര്യങ്ങളൊന്നും ലോകത്തിൽ ആരുടെയും ബുദ്ധിയിലില്ല. ജോ ഭി ആത്മായേ ഹെ ഉൻ സബ്കോ അപ്ന അപ്ന അനാദി പാർട്ട് മിലാ ഹുവാ ഹെ, ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവർക്കും അവരവരുടെ അനാദിയായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ജിൻകി ന ആദി ഹെ ന അന്ത് ഹെ, ബാബ പറയാണ് അനാദിയായിട്ടുള്ള പാർട്ട് ഓരോ ആത്മാക്കൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്താ അർത്ഥം? അനാദിയുടെ അർത്ഥം ആദിയും അന്ത്യവും ഇല്ലാത്തത് എന്നാണ്. ആദിയും അന്ത്യവും ഇല്ലാത്തത് എന്ന് വെച്ചാല് തുടർച്ചയായിട്ട് നടക്കുന്നത് അല്ലെ. നമ്മുടെ പാർട്ട് എങ്ങനെയാണ്? അനാദിയാണ് അല്ലെ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകും അല്ലെ, പിന്നെ അവിടെ നിന്ന് വീണ്ടും പാർട്ട് അഭിനയിക്കാൻ തിരിച്ചു വരും. तो तुम बच्चे जानते हो हम असल में ये शिवालय में रहने वाले हैं, ഇവിടെ കുട്ടികൾക്ക് അറിയാം യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾ ശിവാലയത്തിൽ നിവസിക്കുന്നവരാണ്. ശിവബാബ जो स्वर्ग स्थापन करते हैं उनको भी शिवालय कहा जाता है, ശിവബാബ സ്വർഗം സ്ഥാപന ചെയ്യാണ്, ആ സ്വർഗത്തെയും ശിവാലയം എന്ന് വിളിക്കുന്നു. ശിവബാബ കാ സ്ഥാപൻ കിയാ ഹുവ സ്വർഗ് അല്ലെ, ശിവാലയം എന്ന് എന്തിനെ വിളിക്കും? ശിവബാബ സ്ഥാപിച്ച സ്വർഗത്തെയും വിളിക്കും. शिवबाबा जो स्वर्ग स्थापन करते हैं उनको भी शिवालय कहा जाता है, शिवबाबा സ്ഥാപൻ किया हुआ स्वर्ग वहां भी बच्चे ही रहते हैं. അപ്പൊ പരംധാമമാകുന്ന ശിവാലയത്തിലും ബാബ അല്ലെ, നമ്മുടെ കുട്ടികളും ബാബയാണ് നിവസിക്കുന്നത്. അതേപോലെ ബാബ ഇവിടെ സ്വർഗം സ്ഥാപിക്കുമ്പോ ആ സ്വർഗമാകുന്ന ശിവാലയത്തിലും അല്ലെ നമ്മൾ കുട്ടികളാണ് വസിക്കുന്നത്. ബാബയില്ല, നമ്മൾ കുട്ടികളാണ് വസിക്കുന്നത്. तो उनको ये राज्य कैसे രാജ്യഭാഗ്യ कैसे मिला, അപ്പൊ യഥാർത്ഥത്തില് അല്ലെ നമ്മൾ കുട്ടികൾക്ക് ഈ രാജ്യഭാഗ്യം എങ്ങനെ ലഭിച്ചു? ദേവതകൾക്ക് എങ്ങനെ ഈ രാജ്യഭാഗ്യം ലഭിച്ചു? അല്ലെ, ശിവബാബ വന്നിട്ട് നൽകിയതാണ്. तो वो है सतयुग का आदि अभी है कलियुग का अंत, അല്ലെ സത്യയുഗത്തിന്റെ ആദിയിലാണ് അല്ലെ നമ്മള് സ്വർഗമാകുന്ന ശിവാലയത്തിന്റെ അധിപതികളാകുന്നത്. ബാബ പറയണം അത് സത്യയുഗത്തിന്റെ ആദിയാണ്, പക്ഷെ ഇത് കലിയുഗത്തിന്റെ അന്ത്യമാണ്. സത്യുഗമേ ദേവി ദേവതാവോ ഹെവൻ കാ മാലിക് കിസ്നെ ബനായ, ദേവി ദേവതകൾക്ക് സത്യുഗത്തില് ആ സ്വർഗ രാജധാനിയുടെ അധികാരികളാക്കി മാറ്റിയത്, അവരെ സ്വർഗ രാജധാനിയുടെ അധികാരികളാക്കി മാറ്റിയത് ആരാണ്? തോ യഹാംബി കിത്നെ അച്ഛെ അച്ഛെ കണ്ടേ, ബാബ പറയാണ് ഈ ലോകത്തിൽ നോക്കൂ എത്ര സുന്ദരമായ മനോഹരമായ അല്ലെ ഭൂഖണ്ഡങ്ങളുണ്ട്, ദേശങ്ങളുണ്ട് അല്ലെ. അത്രയും ഭംഗിയുള്ളത് കൊണ്ടല്ലേ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിച്ചത്. അമേരിക്ക സബ്സെ ഫസ്റ്റ് ക്ലാസ് ഖണ്ഡഹി, അമേരിക്കയും ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഖണ്ഡമാണ്. तो बहुत पैसा वाला है ताकत वाला भी है, നല്ല ശക്തിയുള്ളവരാണ്, നല്ല സമ്പത്തുള്ളവരാണ്. ഈ സമയം സബ്സെ ഹൈയസ്റ്റ് है, ഈ സമയത്ത് അല്ലെ എല്ലാറ്റിനും ഹൈയസ്റ്റ് ആയിരിക്കുന്നത് അമേരിക്കയാണ്. ബൃഹസ്പതിക്ക് ദശ ബൈഠി ഹുയി ഹെ, അവർക്ക് അല്ലെ അമേരിക്കക്കാർക്ക് എന്താണ് ഈ സമയത്ത്? ബൃഹസ്പതിയുടെ ദശയാണ്, വ്യാഴ ദശയാണ് എന്ന് ബാബ പറയാണ്. പരന്തു ഉൻകെ സാത്ത് സാത്ത് രാഹുക്ക് ദശ ബൈഠി ഹെ, അവർക്ക് ബൃഹസ്പതിയുടെ ദശയാണെങ്കിലും ഇപ്പോൾ ഒപ്പം എന്തും കൂടിയുണ്ട്? രാഹുവിന്റെ ദശ കൂടിയുണ്ട്. ഈ സമയം രാഹുക്ക് ദശ തോ സബ്കെ ഊപ്പർ ബൈഠി ഹുയി ഹെ, ഈ സമയത്ത് രാഹുവിന്റെ ദശ എന്ന് പറയുന്നത് എല്ലാവരുടെയും മുകളിലുണ്ട്. വിനാശ് തോ സബ്കോ ഹോനാ ഹെ, വിനാശം എല്ലാവർക്കും സംഭവിക്കും അല്ലെ, മുഴുവൻ ലോകത്തിന് വിനാശം സംഭവിക്കും. ഭാരത് ജോ സബ്സെ സാഹുക്കാർദ അബ് ഭാരത് ഗരീബ് ഹെ, ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭാരതം ഏറ്റവും നിർധനമായിരിക്കുന്നു. तो ये सब कुछ माया का बक्का है, ഇവിടെ എത്ര സമ്പന്നത ഉണ്ടെങ്കിലും അതെല്ലാം മായയുടെ ഷോയാണ്. മായ का ഫുൾ ഫോഴ്സ് है इसलिए മനുഷ്യ ഇनको സ്വർഗ സമജ്തേ ഹെ, മായയുടെ ഫുൾ ഫോഴ്സ് ഉണ്ട് ഈ ലോകത്തിലെ, മായയുടെ ഫുൾ ഫോഴ്സ് ഉണ്ട്, മായയുടെ ഭയങ്കര ഷോ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യരുടെ വിചാരം എന്താണ്? ഇതാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അമേരിക്ക മേ ദേഖോ ക്യാ ലഗാ പടാ ഹെ,
അല്ലെ? അമേരിക്കയിൽ നോക്കൂ, അല്ലെ? എന്താണ് മനുഷ്യ ആകർഷിത് ഹോ ജാത്തെ ഹെ, മനുഷ്യര് അമേരിക്കയിലേക്ക് ആകർഷിതരാകുന്നു. ബോംബെ മേ ബി ദേഖോ കിത്നെ ഫാഷനബിൾ ഹോ ഗയാ ഹെ, ബോംബെയിൽ ചെന്ന് നോക്കൂ എത്ര ഫാഷനബിൾ ആയിരിക്കാണ്. ആകെ തൊടി ഏസാദാ, മുമ്പ് അങ്ങനെ വല്ലതും ആയിരുന്നു? മായക്ക പുര പാമ്പ് ഹെ, ബാബ പറയാണ് നോക്ക് ഇതെല്ലാം മായയുടെ പൂർണ്ണമായ ഷോയാണ്. കിത്നെ 8-10 മൻസിൽ കെ മെഹൽ ബനാത്തെ ഹെ, 8-10 നിലയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, അല്ലെ? പിന്നീട് 100, ബാബ പറയുമ്പോ 8-10 നിലയുള്ള കെട്ടിടങ്ങളാ, പിന്നീട് 100 നിലയുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. സ്വർഗമേ തൊടി ഇത്തിനി മനസ്സിൽ ഹോത്തിയേ, സ്വർഗത്തില് ഇത്രയും നിലകളുണ്ടോ? സ്വർഗത്തില് എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ, അല്ലെ? താഴെ മാത്രമേ ഉള്ളൂ, അല്ലെ? ഫസ്റ്റ് ഫ്ലോർ പോലും ഇല്ല. യഹാ ഡബിൾ സ്റ്റോറി ബി നഹി ഹോത്തി, സത്യത്തില് ഡബിൾ സ്റ്റോർ ബിൽഡിംഗ് പോലും കാണത്തില്ല. തോ യഹാ ഹി ബനാത്തെ ഹെ, അതെല്ലാം ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ക്യോങ്കി ജമീൻ നഹി ഹെ, എന്തുകൊണ്ടാണ് ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ മുകളിലേക്ക് കെട്ടുന്നത്? കാരണം നമുക്ക് എന്തില്ല? സ്ഥലമില്ല. ഉള്ള സ്ഥലത്തിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ മുകളിൽ നിർമ്മിച്ചത്. तो यहाँ ही बनाते हैं क्योंकि जमीन नहीं है, तो जमीन का बहुत भाव बढ़ गया है. ശരിക്കും എന്താണ്? ഭൂമിക്ക് ഒരുപാട് തീ പിടിച്ച വിലയായി തീർന്നു. तो മനുഷ്യ സമസ്തേ വഹി സ്വർഗ ഹെ, മനുഷ്യര് വിചാരിക്കുന്നത് ഇവിടെ തന്നെയാണ് സ്വർഗം. प्लान बनाते रहते हैं परंतु कहते हैं नर चाहत कुछ, മനുഷ്യ കിത്തിരി ചിന്താമേ रहते हैं, അല്ലെ? ആളുകള് ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ട് തന്റെ ജീവിത സുഖങ്ങളുടെ ഒരുപാട് പ്ലാനുകൾ നിർമ്മിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഭഗവാൻ വിധിക്കുന്നത് മറ്റൊന്ന്, അല്ലെ? മനുഷ്യർക്ക് ഇന്ന് എന്തുമാത്രം ചിന്തയാണ്. മൗതത്വ സബ്കെലി, മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സബ്കെ ഗലേമേ മൗതിക്ക് ഫാസി ഹെ, എല്ലാവരുടെയും കഴുത്തിൽ, അല്ലെ, മരണത്തിന്റെ തൂക്കുകയറുണ്ട്. എന്നുവെച്ചാൽ മരണം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, അല്ലെ? അതുകൊണ്ട് എല്ലാവരുടെയും കഴുത്തിൽ എന്തുണ്ട്? മരണത്തിന്റെ തൂക്കുകയറുണ്ട്. തുമാരി ബുദ്ധി വഹാ നയി ദുനിയാമേ ലഗി, നമ്മൾ കുട്ടികളുടെ ബുദ്ധി, അല്ലെ, പുതിയ ലോകത്തിലാണ് ഉള്ളത്. പുതിയ ലോകത്തിലാണ് നമ്മൾ കുട്ടികളുടെ ബുദ്ധി ഉള്ളത്. അഭി സബ്കി വാനപ്രസ്ഥ അവസ്ഥമേ ജാനേക്ക സമയേ, ഇപ്പോൾ എല്ലാവരും വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകുന്ന സമയമാണ്. ഇസ്ലിയേ ബാബ് കഹത്തെ ഹേ അബ് മുझे യാദ് കരോ, അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. മേ ഖുദ് തുംകോ ഡയറക്ഷൻ ദേത്താ ഹൂം, ബാബ പറയാണ് ഞാൻ സ്വയം നിങ്ങൾ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. തും സബ്കി വാനപ്രസ്ഥ അവസ്ഥ ഹേ മേ സബ്കോ ലേനെ കെ ലിയേ ആയാ ഹൂം, കുട്ടികളെ, അല്ലെ, ഞാൻ നിങ്ങൾക്ക് സ്വയം ഡയറക്ഷൻ നൽകാണ്. നിങ്ങൾ എല്ലാവരുടെയും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. ഞാൻ എന്റെ മക്കളെ തിരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊരു സദൃശ്യ തും സബ്കോ ജാനാ പടേഗ, പൊതുകൂട്ടം പോലെ നമുക്ക് എല്ലാവർക്കും മടങ്ങിപ്പോകണം. 84 ജന്മം കാ ചക്ര പൂരാ ഹുവ, 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. അപ്പൊ മുझे ജീത്തെ ജി യാദ് കരോ, ഇപ്പോൾ കുട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ ഓർമ്മിക്കൂ. ഹം ജീത്തെ ജി സ്വർഗമേ ജാനെ കെ ലിയേ തയ്യാർ ബൈഠാ ഹൂം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സ്വയം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓർ കൊയ് ഭി സ്വർഗമേ ജാനെ കെ ലിയേ തയ്യാരി നഹി കർത്തെ, മറ്റാരും സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. അഗർ സ്വർഗമേ ജാനേക്ക് ഖുഷി ഹോത്തോ ബിമാരി മേ ദവായി ആദി ഭി നാ കരേ, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ആ സന്തോഷത്തിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ചിലർ എന്ത് ചെയ്യും? രോഗത്തിന് മരുന്ന് കഴിക്കില്ല. തും ജാനത്തെ ഹോ വോ സ്വർഗമേ തോ ജാത്തെ നഹി ഹെ, അല്ലെ? അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ട്, അല്ലെ, മരുന്ന് കഴിക്കാതിരിക്കുന്നവര് സ്വർഗത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ക്രിസ്ത്യാനികളും വിചാരിക്കുന്നില്ലേ ഞങ്ങൾ സ്വർഗ രാജധാനിയിലേക്ക് പോകും, അല്ലെ? അപ്പൊ മരുന്നില്ലാതെ എന്താണ് ഉള്ള ചികിത്സകളും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാല് അവര് പ്രാർത്ഥനയിലൂടെ അല്ലെ, മരുന്ന് കഴിക്കില്ല, പ്രാർത്ഥനയിലൂടെ അതിനെ അതിജീവിക്കും പറഞ്ഞിട്ടിരിക്കും. ബാബ പറയാണ് നമ്മളാണ് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തുന്നത്, അവരൊന്നും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. അബ് ഹം സ്വീറ്റ് ഹോമേ ജാരേ, ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വീറ്റ് ഹോമിലേക്ക് പോവുകയാണ്. വോഹേ ഗോഡ് ഫാദർ കാ ഹോം അർത്ഥാത് റുഹാനി ശിവാലയം,
നമ്മുടെ സ്വീറ്റ് ഹോം എന്ന് പറയുന്നത് ഗോഡ്ഫാദറിന്റെ ഹോമാണ്, ഗോഡ്ഫാദറിന്റെ വീടാണ് അല്ലെ, അത് ആത്മീയ ശിവാലയമാണ്. तो फिर सत्ययुग को जिस्मानी शिवालय कहा जाता है. സത്യയുഗത്തെ അല്ലെ എന്താ പറയാ, ഭൗതികമായ ശിവാലയം എന്ന് വിളിക്കാം. സത്യയുഗോ ശിവാലയം തന്നെയാണ്, ശിവാബ് നിർമ്മിച്ചതല്ലേ. तो उस स्वर्ग में जाने के लिए हम पुरुषार्थ कर रहे हैं. ആ സത്യയുഗമാകുന്ന ശിവാലയത്തിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബാനെ സംജായ ഹേ ബ്രഹ്മ കാ ദിൻ ബ്രഹ്മ കി രാത് മഷൂർ ഹേ. ബാബ മനസ്സിലാക്കി തരികയാണ്, ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രിയും അതിപ്രശസ്തമാണ്. ജബ് രാത് പൂരി ഹോത്തി ഹേ മേ ആതാ ഹൂം. രാത്രി എപ്പോൾ പൂർത്തിയാകുന്നു അപ്പോഴാണ് ഞാൻ വരുന്നത്. तो ലക്ഷ്മി നാരായൺ കാ ദിൻ ഓർ രാത് നഹി കഹെങ്കെ. ലക്ഷ്മി നാരായണന്റെ പകലെന്നും ലക്ഷ്മി നാരായണന്റെ രാത്രി എന്നും പറയില്ല. ബ്രഹ്മ കാ ദിൻ ബ്രഹ്മ കി രാത്, ബ്രഹ്മാവിന്റെ പകൽ ബ്രഹ്മാവിന്റെ രാത്രി എന്നാണ് പറയുന്നത് അല്ലെ. ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ചും രാത്രിയെ കുറിച്ചും നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനമുണ്ട്. വഹാ ലക്ഷ്മി നാരായൺ കോ യേ ക്യാ നഹി ഹെ. ബ്രഹ്മ ഓർ ബ്രാഹ്മൺ ബ്രാഹ്മണിയ സമസ്തേ ഹെ ശിവ കി രാത്രി കബ് ഹോതി ഹെ. അല്ലെ, ലക്ഷ്മി നാരായണനും ഈ ജ്ഞാനമില്ല. ബാബ പറയാണ്, ബ്രഹ്മാവിനും ബ്രാഹ്മണ കുട്ടികൾക്കും മനസ്സിലാകുന്നുണ്ട് ശിവരാത്രി എപ്പോഴാണ് ഉണ്ടാകുന്നത്, ശിവൻ എപ്പോഴാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ദുനിയാത്തോ ഇൻ ബാത്തോ നഹി ജാനത്തെ. ലോകത്തിലുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ശിവഹേ നിരാകാർ വോ കേസെ ആയേ. ശിവബാബ നിരാകാരിയാണ്, ബാബ എങ്ങനെയാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. യേ ബി പൂച്ച്നാ പടേ. ഇത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു, ആരുടെങ്കിലും ചോദിക്കണം അല്ലെ. ശിവജയന്തി പർ തും ബഹുത് സർവീസ് കർ സക്തേ ഹോ. അല്ലെ, ശിവജയന്തിയിൽ നിങ്ങൾക്ക് നിറയെ സേവനം ചെയ്യാൻ കഴിയും. രാജധാനി സ്ഥാപന ഹോ രഹി ഹെ അഭി ബഹുത് ഛോട്ടാ ജാഡ് ഹെ. രാജധാനി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വളരെ ചെറിയ വൃക്ഷമാണ്. ഇസ് ജാഡ് കോ തൂഫാൻ ആത്തെ ഹെ ഓർ ജാഡ് കോ ഇത്നെ തൂഫാൻ നഹി ആത്തെ. അല്ലെ, ഈ വൃക്ഷത്തിലേക്ക് ധാരാളം കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. ബാബ പറയാണ്, മറ്റൊരു വൃക്ഷങ്ങൾക്കും ഇത്രയും കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വരില്ല. പക്ഷേ ഈ സൃഷ്ടി വൃക്ഷം ഇപ്പോൾ നടുകയല്ലേ, ഈ ചെടിക്ക് ധാരാളം കൊടുങ്കാറ്റുകൾ വീശുന്നു. ഉസ്മേ തോ ഏകക്കെ പിച്ചാടി സബ് ആത്തെ ഹെ. ബാബ പറയാണ്, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് അല്ലെ എല്ലാം വരുന്നു. യഹാ തുമാര നയാ നിയം ഹെ മായക്കെ തൂഫാൻ ഭി സാമനെ കടേ ഹെ. ഇവിടെ നിങ്ങളുടേത് പുതിയ നിയമമാണ്, മായയുടെ കൊടുങ്കാറ്റുകളും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കിസ്കോ തൂഫാൻ കാ സാമന നഹി കർണ പടേ. അല്ലെ, ബാബ പറയാണ്, അല്ലെ നമ്മുടേത് ഇത് പുതിയ ജന്മമാണ്, അലൗകിക ജന്മമാണ്. അല്ലെ, മായയുടെ കൊടുങ്കാറ്റുകളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും ശക്തമായിട്ട് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കാം. ഓർ കിസ്കോ തൂഫാൻ സാമനയ്ക്ക് കർണപ്പെടുത്ത. വേറെ ആർക്കും തന്നെ ഈ കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വരുന്നില്ല. യഹാൻ ധർമ്മയ്ക്ക് സ്ഥാപന മായക്കെ തൂഫാൻ ആദേഹി. അല്ലെ, മറ്റാർക്കും മറ്റൊരു വ്യക്തികൾക്ക് മായയുടെ അതിശക്തമായി കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വരുന്നില്ല. പക്ഷെ ബാബ പറയാണ്, ഇത് ആർക്കാണ് നേരിടേണ്ടി വരുന്നത്. അല്ലെ, ഇവിടെ അവിടെ രേന്ദുണ്ടോ, രേന്ദയുണ്ടല്ലോ. മായക്ക തൂഫാൻ പി സാമനെ കടേഹി. അല്ലെ, ബാബ പറയാണ്, ഇവിടെ ധർമ്മത്തിന്റെ സ്ഥാപനയില് അല്ലെ മായയുടെ കൊടുങ്കാറ്റുകൾ വരികയാണ്. ഇവിടെ ധർമ്മസ്ഥാപനം നടക്കുന്നത് കൊണ്ടാണ് ശരിക്കും മായയുടെ കൊടുങ്കാറ്റുകൾ വരുന്നത്. ബഹുതൂച്ചി മനസ്സിലേ, വളരെ ഉയർന്ന ലക്ഷ്യമാണ്. വിശ്വക്ക ബാദഷാ ബന്ന കൊയ് നയി ബാത് നഹി ഹെ. വിശ്വത്തിന്റെ ചക്രവർത്തി ആകുക എന്ന് പറയുന്നത് ഒരിക്കലും പുതിയ കാര്യമല്ല. അനേക ബാർ തുമ്നെ ഇസ് തൂഫാൻ സെ പാർ ഹോക്കർ അപ്ന രാജ്യ ലിയാ ഹെ. അനേകം പ്രാവശ്യം നിങ്ങൾ ഈ കൊടുങ്കാറ്റുകളെ തരണം ചെയ്ത് തന്റെ രാജ്യഭാഗ്യം കരസ്ഥമാക്കിയിട്ടുണ്ട്. ജോ ജിസ് രീതി പുരുഷാർത്ഥ് കർത്താ ഹെ ഉൻകാ സാക്ഷാത്കാർ ഹോത്താ ജാത്താ ഹെ. കുട്ടികൾ ഏത് രീതിയിലാണ് പുരുഷാർത്ഥം ചെയ്യുന്നത് അല്ലെ, അതിനനുസൃതമായ കുട്ടികൾക്ക് താൻ ഏത് പദവിയിൽ എത്തിച്ചേരുന്നുള്ള സാക്ഷാത്കാരങ്ങൾ ലഭിക്കും. ഇതിന് ആകെ ചെല്ലെങ്കിൽ തുമക്കോ സാക്ഷാത്കാർ ഹോക. മുന്നോട്ട് ഇനി പോകുമ്പോൾ നമുക്ക് സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. കോൻ ക്യാ പദ് പായെങ്കെ, ഏത് കുട്ടി എന്ത് പദവി നേടും എന്നുള്ളത് സ്വയം കുട്ടികൾക്ക് സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും, മറ്റുള്ളവർക്കും കാണാൻ പറ്റും. മാലും തോ പഠിത്താ ഹെ നാ യേ കേസ പുരുഷാർത്ഥ് കർത്താ ഹെ. അറിയാൻ സാധിക്കല്ലോ ഓരോ കുട്ടികൾ എങ്ങനെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. ഗരീബ് അഥവാ സൗകാർ കി ബാത്ത് നഹി. ബാബയുടെ മുന്നിൽ സമ്പന്നരെന്നോ നിർധനരെന്നോ വ്യത്യാസമില്ല. അല്ലെ, ബാബയുടെ മുന്നിൽ ഈ ഭേദഭാവങ്ങളില്ല. അല്ലെ, ഏറ്റവും
അല്ലെ നിർധനരായിട്ടുള്ള കുട്ടികളും നല്ല പുരുഷാർത്ഥം ചെയ്താൽ അവർക്ക് സത്യത്തിൽ ഉയർന്ന പദവി നേടാൻ പറ്റും. അല്ലെ ദരിദ്രരെന്നോ സമ്പന്നരെന്നോ ഉള്ള വ്യത്യാസം ബാബയ്ക്ക് ഒരിക്കലുമില്ല. तो गीत भी सुन के आखिर वो दिन आया आज. അല്ലെ പാട്ടിന്റെ വരികൾ എന്തായിരുന്നു കേട്ടത്? അല്ലെ നമ്മൾ കാത്തിരുന്ന ആ നാളുകൾ ഇതാ വന്നു കഴിഞ്ഞു. അല്ലെ അതായത് ഭഗവാൻ ഈ സൃഷ്ടിയിലേക്ക് വന്നു കഴിഞ്ഞു. ഗരീബ് നിവാജ് ബാബ ആയ നിർധനരുടെ പാവങ്ങളുടെ പങ്കാളിയായിരിക്കുന്ന ബാബ വന്നിരിക്കുന്നു. ബാബ कहते हैं मुझे कोई साहूकारों का धन नहीं देना है. ബാബ പറയാണ് കുട്ടികളെ എനിക്ക് ഒരു സമ്പന്നർക്കും ധനം നൽകേണ്ടതില്ല. അല്ലെ ബാബ വന്ന് സമ്പന്നർക്കല്ല സ്വർഗരാജ്യം നൽകുന്നത്, സമ്പന്നർക്കല്ല ധനവും സമ്പത്തും നൽകുന്നത്. ബാബ പറയണ എനിക്ക് സമ്പന്നർക്ക് ധനം നൽകേണ്ടതില്ല. ബോത്തോ ഹേഹി സാഹുക്കാർ, സമ്പന്നര് എന്താണെങ്കിലും സമ്പന്നർ തന്നെയാണല്ലോ. ഉനോ കെലിയെ സ്വർഗ യഹാഹേ, അവരുടെ സ്വർഗം ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുന്നത്. കരോട്പതി ആകെ കരോട്പതി കൊയ് മുഷ്കിൽ കൊത്താതാ. അല്ലെ കോടിപതികളുണ്ട് ഇവിടെ. അല്ലെ ബാബ പറയുന്ന പണ്ടൊക്കെ ആണെങ്കിൽ കോടിപതികളാകുന്നത് അല്ലെ വിരലിലെണ്ണാവുന്ന ഒരാളൊക്കെ കാണുള്ളൂ കോടിപതിയാകുന്നവര്. അല്ലെ പണ്ടത്തെ കാലം അതായിരുന്നു. അഭിത്തോ കരോട് മനുഷ്യർക്ക് പാസ് ദിവാരമേ ചിപ്പേ പടേഹേ. ബാബ പറയുന്നു ഈ കാലഘട്ടത്തില് കോടിക്കണക്കിന് മനുഷ്യര് തന്റെ സമ്പത്ത് ഒക്കെ എന്ത് ചെയ്യുന്നു? അല്ലെ ബ്ലാക്ക് മണിയാണ്. അപ്പൊ അത് ചുമരിലും അത് എന്താണ് വീടിന്റെ തറയുടെ താഴെയും ഒക്കെ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം അല്ലെ ബ്ലാക്ക് മണി ആവുമ്പോ അങ്ങനെ സൂക്ഷിക്കുകയാണ് ആളുകള്. പരന്തു ഏ കിസ്കോ കാം ആനെ നഹി ഹേ. ബാബ പറയുന്ന എവിടെ കൊണ്ട് സൂക്ഷിച്ചാലും ഇതൊന്നും അവർക്ക് ഉപയോഗപ്രദമാകാൻ പോകുന്നില്ല. പേട്ട് കോയി അതൊന്നും നഹിക്കാത്ത. അല്ലെ വയറെത്ര കഴിക്കും? എത്രമാത്രം വയറിന് കഴിക്കാൻ പറ്റും? അല്ലെ എവിടെ തന്നെ കോടികൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും അല്ലെ വയറിന് എത്ര കഴിക്കാൻ പറ്റും? ഇനി വല്ല ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ആണെങ്കിൽ ഒന്നും കഴിക്കാനും പറ്റത്തില്ല. അല്ലെ സമ്പന്നരാണ് കോടികളുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും. കഗീസെ പൈസ ഇക്കട്ടെ കർണേ വാലോക്കോ നീന്ത് നഹി ആതി ഹോഗി. ബാബ പറയാണ് വഞ്ചനയിലൂടെ ചതിയിലൂടെ നിറയെ ധനം സമ്പാദിക്കുന്ന ആത്മാക്കളുണ്ടല്ലോ അല്ലെ അവർക്ക് ഒരിക്കലും എന്താണ് ഉറക്കം വരത്തില്ല. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒരുപാട് ബ്ലാക്ക് മണി കയ്യിൽ വന്നിട്ട് ആ ബ്ലാക്ക് മണി സൂക്ഷിക്കുന്നവർക്കും സംരക്ഷിക്കുന്നവർക്കും ഒരിക്കലും ഉറക്കം വരില്ലെന്ന് ബാബ പറയാണ്. പതാനഹി കഹാ ഗവൺമെന്റ് ചാപ്പാനാമാരി. അല്ലെ ഗവൺമെന്റ് എപ്പോ പിടിക്കും, സർക്കാർ എപ്പോ നമ്മളെ പിടിക്കും എന്നുള്ള ഭയം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ബാബ് कहते हैं याद रखना ये अंतिम समय है. ബാബ പറയാണ് കുട്ടികളെ ഓർമ്മ വെക്കണം ഇത് അന്തിമ സമയമാണ്. അപ്പൊ കിസ്കി ദബി രഹേഗി ധൂൾമേ. ബാബ പറയുന്ന ഒരു ഭൂകമ്പം വന്നാ പോരെ, എത്രയോ സമ്പത്തും അല്ലെ എല്ലാം ഭൂമിക്കടിയിലേക്ക് പോവില്ലേ? അപ്പോ ഭൂമിക്കടിയിലേക്കും കുറെ പോകും അല്ലെ, വെള്ളപ്പൊക്കത്തിലും കുറെ പോകും, കുറെ സർക്കാർ കരം കെട്ടിക്കൊണ്ട് പോകും, പിന്നെ കള്ളൻ കുറെ മോഷ്ടിച്ചോണ്ട് പോകും അല്ലെ, പല പ്രകാരത്തിലും ഈ സമ്പത്ത് നഷ്ടമാകാം. സഫലി ഹോഗി സായിക്കെ ഖർച്ചേക്കെ നാം ധനിക്കെ. ശ്രീബാബയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് മാത്രമാണ് കുട്ടികളെ നിങ്ങളുടെ പുണ്യത്തിന്റെ സ്റ്റോക്കിൽ വരുന്നത്. ശ്രീബാബയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നതാണ് നിങ്ങളുടെ പുണ്യത്തിന്റെ സ്റ്റോക്കിൽ നിറയുന്നത്. തോ ധനി തോ അബ് സ്വർഗ മാലിക് ബനാത്തെ ഹേ. അല്ലെ സൃഷ്ടിയുടെ നാഥനായ ബാബ വന്നിരിക്കുകയാണ്. അല്ലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വത്തിന്റെയും അധിപതിയായിരിക്കുന്ന നാഥൻ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ കുട്ടികളെ സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റുന്നതിന് വേണ്ടി. അല്ലെ അതുകൊണ്ട് എന്താണ് ബാബ നിർമ്മിക്കുന്ന സ്വർഗത്തിൽ എന്താ? മണ്ണ് പോലും സ്വർണമാണ് അല്ലെ, മലകള് പോലും സ്വർണമാണ്. അത് വെട്ടിക്കൊണ്ടുവന്ന സ്വർണ്ണ ഇഷ്ടികകളിലാണ് നമ്മള് അല്ലെ വീടുകൾ തീർക്കുന്നത്. കുട്ടികൾ കളിക്കുന്നത് അല്ലെ മിന്നിത്തിളങ്ങുന്ന കറകളില്ലാത്ത രത്നങ്ങളാ, ഇന്ദ്രനീലം, വൈഡൂര്യം, മാണിക്യം, മരതകം ഒക്കെ കൊണ്ടാണ് കുട്ടികൾ കളിക്കുന്നത്. അതാണ് ചുമരിലെല്ലാം പതിച്ചിരിക്കുന്നത്. അത് പതിച്ച ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു അല്ലെ. അങ്ങനെ എന്താണ് അവര് രത്നങ്ങളുടെയും വൈഡൂര്യങ്ങളുടെയും നടുക്കാണ് അവര് ജീവിക്കുന്നത്. तो अब तुम बाप के पास अपने को इंश्योर करो. ഈ സമയത്ത് കുട്ടികള് ബാബയുടെ അടുക്കൽ സ്വയത്തെ ഇൻഷ്വർ ചെയ്യൂ. മൗത്തോ സാമനെ കടാഹേ. അല്ലെ വിനാശം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്, മരണം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. സബ് ആശയെ തുമാരി അബ് പൂരി ഹോതി ഹേ. എല്ലാ ആശകളും കുട്ടികളുടെ ഇപ്പോഴാണ് പൂർത്തിയാകുന്നത്. ബാബ ഗരീബോം കോ ഉഡാത്തെ ഹേ. ബാബ നിർധനരെയാണ് ഉയർത്തുന്നത്.
അല്ലെ? പാവങ്ങളായിട്ടുള്ള കുട്ടികളാണ് ബാബയെ തിരിച്ചറിയുന്നത്. സാഹുക്കാർക്ക് 1,000, ഗരീബ് 1 രൂപയ, 1 സമാൻ ഹേ. അല്ലെ? സമ്പന്നരുടെ 1000 രൂപയും നിർധനരായ കുട്ടികളുടെ 1 രൂപയും സമാനമാണ്, രണ്ടും തുല്യമാണ്. അക്സർ കർക്കെ ഗരീബി ആത്തെ ഹേ. ഏറ്റവും കൂടുതൽ ബാബയുടെ അടുക്കിലേക്ക് വരുന്ന കുട്ടികൾ നിർധനരായ കുട്ടികളാണ്. കിസ്കാ 100 पगार, किसको 150, दुनिया में मनुष्यों के पास तो करोड़ है, तो उन्हों के लिए ये स्वर्ग है. ബാബ പറയാണ് ഓരോ കുട്ടികളും സമ്പാദിക്കുന്നത് ചില നിർധനരായിട്ടുള്ള കുട്ടികൾ വളരെ കുറച്ച് പൈസയാണ് സമ്പാദിക്കുന്നത്. അല്ലെ? ലോകത്തിലുള്ള മനുഷ്യരുടെ അടുക്കൽ കോടിക്കണക്കിന് സമ്പാദ്യമാണുള്ളത്. ഉനോക്കെലി ഈ സ്വർഗ ഹേ. അല്ലെ? അവർക്ക് ഈ ഇത് സ്വർഗമാണ്. വോ കബി നഹി ആയെങ്കി. അല്ലെ? ബാബ പറയാണ് അത്രയ്ക്കും കോടീശ്വരന്മാരുണ്ടല്ലോ, ബാബയുടെ അടുക്കിലേക്ക് ഒരിക്കലും വരില്ല, ബാബയെ തിരിച്ചറിയില്ല. ഞാൻ ബാബാക്കു ദർക്കാർ ഹേ. ബാബയ്ക്ക് അവരുടെ ആവശ്യമില്ല. ബാബ കഹെങ്കെ തും ബൽ അപ്ന മക്കാൻ അതി ബനാവോ. അല്ലെ? ബാബ പറയും നിങ്ങൾ നിങ്ങളുടെ കെട്ടിടങ്ങൾ വെച്ചോളൂ. സെന്റർ കോലോ, ഹം പൈസ ക്യാ കരേങ്കെ. അല്ലെ? ബാബയ്ക്ക് കുട്ടികളുടെ പൈസയുടെ ആവശ്യമില്ല. ബാബ പറയും സെന്റർ തുറക്കൂ. സന്യാസി ലോക് ബഹുത് ഫ്ലാറ്റ് ആദി ബനാത്തെ ഹേ. സന്യാസികളൊക്കെ നിറയെ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. ഉൻകെ പാസ് ബഹുത് മിൽക്കിയത് ഹോതി ഹേ. അവരുടെ അടുക്കൽ ഒരുപാട് സമ്പാദ്യമുണ്ട്. ഏ രഥബി അനുഭവി ഹേ. ഈ ബ്രഹ്മബാബയാകുന്ന രഥവും അനുഭവിയാണ്. അപ്പൊ മേ ആയാഹും ഗരീബും കോ സാഹുക്കാർ ബനാനെ തോ അബ് ഹിമ്മത് കരോ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, അല്ലെ? നിർധനരെ സമ്പന്നരാക്കി മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ ധൈര്യതയോടുകൂടി ഇരിക്കൂ. കരോഡ്പതി ജോ ഭി ഹേ ഉൻകെ പാസ് കൊയി കാമേ ആനെ വാലെ നഹി ഹേ. അല്ലെ? കോടീശ്വരന്മാരുടെ ധനമൊന്നും ഒരിക്കലും പ്രയോജനപ്രദമാകാൻ പോകുന്നില്ല. യഹാ പൈസ ആദിക്ക് കൊയി ബാത് നഹി. ഇവിടെ പൈസയുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബാബ സിർഫ് കഹത്തെ ഹേ മൻമനാ ഭവ. ബാബ ഇത്രയേ കുട്ടികളോട് പറയുന്നുള്ളൂ, മൻമനാ ഭവ. ഖർച്ചിക്ക് ബാത്ത് നഹി, ഏ മക്കാൻ ബനായ ഹേ. ബാബ പറയാണ് ഇവിടെ ചെലവിന്റെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെ? ബാബ പറയാണ് ഏ മക്കാൻ ബനായ ഹേ, ये भी बड़ा सिंपल सो भी अंत समय तुम्हारे ही रहने के लिए. ബാബ പറയാണ് ഇവിടെ ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അത് എന്തിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്? അന്തിമ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. തുമാരെ യാദഗാർ യഹാം ഖടാ ഹേ. നിങ്ങളുടെ ഓർമ്മചിഹ്നമാണ് ഇവിടെയുള്ളത്. അല്ലെ? ദിൽവാഡ ക്ഷേത്രം അഭി ചൈതന്യമേ സ്ഥാപൻ കർ രഹി ഹോ. ഈ സമയത്ത് നിങ്ങൾ ചൈതന്യത്തിൽ സ്വർഗ സ്ഥാപനയ്ക്ക് നിമിത്തമാവുകയാണ്. तो फिर ये जड़ यादगार കലാസ് ഹോ ജായേംഗെ. ബാബ പറയുന്ന സ്വർഗം സ്ഥാപിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഓർമ്മചിഹ്നങ്ങളായ ഈ ദിൽവാഡ ക്ഷേത്രമെല്ലാം ഇവിടെ സമാപ്തമാകുന്നു. तुमको ये लिखना चाहिए, अबू में आकर जिसने ये मंदिर नहीं देखा, उनके ऑक्यूपेशन को नहीं जाना, तो कुछ नहीं देखा. അല്ലെ? നിങ്ങൾ മറ്റുള്ളവരോട് എഴുതണം, അബുവിൽ വന്നിട്ട് നിങ്ങൾ ഈ ക്ഷേത്രങ്ങൾ കണ്ടില്ല എങ്കിൽ, അല്ലെ, ഈ ഓക്യുപ്പേഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ്. തും കഹേങ്കെ ഹം വഹി ചൈതന്യമേ അബ് ബൈഠേ ഹേ. അല്ലെ? നിങ്ങൾക്ക് പറയാൻ കഴിയും നമ്മളിപ്പോൾ ചൈതന്യത്തിൽ, അല്ലെ, ഇവിടെ ഇരിക്കാണ്. ഇൻ ജഡ ചിത്രമൊക്കെ രാജ് സംജാ സക്തി ഹോ. അല്ലെ? ആ തപസ്സികളായിരിക്കുന്നവരുടെ ആ രഹസ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. കഹെങ്കെ വോ ഏ ഹം ഹേ. അല്ലെ? പറയാൻ കഴിയും ഇത് നമ്മളാണ്. ചിലര് അതേപോലെ തന്നെ ചെന്ന ക്ഷേത്രത്തിൽ പറയും. അപ്പൊ എന്ത് സംഭവിക്കുക? ജൈനരുടെ ക്ഷേത്രം ഹമാരെ ജഡ യാദഗാർ ബനാ ഹുവാ ഹേ. ശരിക്കും നമ്മളുടെ ജഡ ഓർമ്മചിഹ്നമാണ് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വണ്ടർഫുൾ മന്ദിർ ഹേ. ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. വണ്ടർ ഹേന മമ്മ ബാബ ബച്ചെ ചൈതന്യമേ ബൈഠേ ഹേ. ശരിക്കും തപസ്സികളായിട്ടുള്ള നമ്മൾ കുട്ടികളും അമ്മയും ബാബയും നമ്മൾ കുട്ടികളും ചൈതന്യത്തിൽ ഈ സംഗമയുഗത്തിലുണ്ട്. तो यहाँ ജഡ ചിത്ര കടേ ഹേ. അവിടെ ജഡചിത്രങ്ങളാണ് നിൽക്കുന്നത്. മുഖ്യ ഹേ യേ ശിവ്. ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ആരാണ്? ശിവബാബയാണ്. ബ്രഹ്മ, ജഗദംബ, ലക്ഷ്മി നാരായൺ. പിന്നെ ബ്രഹ്മാവ്, ജഗദംബ, ലക്ഷ്മി നാരായൺ. അല്ലെ? കിത്തനി അച്ഛി രീതി സംജാതെ ഹേ. എത്ര നല്ല രീതിയിലാണ് ബാബ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഫിർ ഭി ബാപ് കാ ബൻ ബാപ്കോ ഫാർക്കതി ദേ ദേത്തെ. അല്ലെ? 10-20 വർഷങ്ങള്, അല്ലെ, ബാബയുടെ മുരളി ബാബ മനസ്സിലാക്കി തരുന്നത് കേട്ടിട്ട് ബാബയ്ക്ക് ഡൈവോഴ്സ് കൊടുത്തു പോവുകയാണ് കുട്ടികള്.
ये भी कोई नई बात नहीं. ബാബ പറയാണ് ഇതൊന്നും പുതിയതല്ല, നത്തിങ് ന്യൂ. ഇതൊന്നും പുതിയതല്ല. കാരണം എന്താണ്, നമ്മുടെ മുന്നിൽ ആര് നിപ്പുണ്ട്? മായ കൊടുങ്കാറ്റുകളുമായിട്ട് നിപ്പുണ്ട് അല്ലെ. അതിശക്തമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശുമ്പോ 20 വർഷമായിട്ടുള്ള കുട്ടി പോലും വികാരങ്ങളിലേക്ക് പതിച്ച് എന്താണ്, വികാരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അല്ലെ, ബാബയെയും യജ്ഞത്തിനെയും ഉപേക്ഷിച്ച് പൊയ്ക്കളയുന്നു. ബാബയുടേതായി മാറിയിട്ട് അല്ലെ അവരെന്ത് ചെയ്യാണ്, ബാബയ്ക്ക് ഡൈവോഴ്സ് കൊടുത്തിട്ട് പോയി കളയാണ്. ബാഗന്തിയോ കാ ഹം ചിത്ര രക്തഹേ. അങ്ങനെ ഓടിപ്പോകുന്ന, ബാബയ്ക്ക് ഡൈവോഴ്സ് പോകുന്ന കുട്ടികളുടെ എല്ലാം എന്ത് ചെയ്യാണ്, ഫോട്ടോ വയ്ക്കാണ് അല്ലെ. ആദരാഞ്ജലികൾ കൊടുക്കണ്ടേ അല്ലെ. അവരുടെ എല്ലാം ഫോട്ടോ ഉണ്ടാവുമല്ലോ നമ്മുടെ അടുക്കല്. അഗർ പക്ക നിശ്ചയേതോ അപ്പിന്നെ രാജായിക്ക ചിത്ര ബനാലോ. അല്ലെ, ബാബ പറയാണ്, നിങ്ങൾക്ക് പക്ക നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങളുടെ രാജകീയമായ ചിത്രം നിർമ്മിക്കൂ. സ്മൃതിമേ രഹേഗി ഹം ഭവിഷ്യമേ ഡബിൾ സിർതാജ് സ്വർഗക്കെ മാലിക് ബനേഗെ. അപ്പൊ നമുക്ക് ഈ സ്മൃതി ഉണ്ടായിരിക്കും, നമ്മൾ ഭാവിയിൽ ഡബിൾ കിരീടധാരികളായ സ്വർഗത്തിന്റെ അധികാരികളാകും. അഗർ ബാബ്കോ ചോട് ദിയാത്തോ താജ് ഗിർ പടേഗ. ബാബയുടെ കൈവിട്ടു പോയാൽ നിങ്ങൾക്ക് കിരീടധാരിയാകാൻ പറ്റില്ല, രാജ്യാധികാരിയാകാൻ പറ്റില്ല. എന്ത് സംഭവിക്കും? നിങ്ങളുടെ കിരീടം താഴേക്ക് പതിക്കും. യഹി ബഡി വണ്ടർഫുൾ ബാത്ത് സംജിനേക്ക്. നിങ്ങളുടെ കിരീടം നിങ്ങൾക്ക് നഷ്ടപ്പെടും അല്ലെ. കിരീടധാരിയാകാൻ പറ്റില്ല, പദവി നേടാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ബാബ്കോ യാദ് കരോ സഹി വർഷ മിൽത്താ ഹേ. ബാബയെ ഓർമ്മിക്കൂ അല്ലെ, ബാബയിലൂടെയാണ് നമുക്ക് സ്വത്ത് ലഭിക്കുന്നത്. ഉസി കോ ഹി സെക്കൻഡ് മേ ജീവൻ മുക്തി കാ ജാത്താ ഹേ. ഇതിനെയാണ് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഭവിഷ്യ കെ ലിയേ ബാബ തുംകോ ലായക് ബനാ രഹേ. ഭാവിയിലേക്ക് വേണ്ടി ബാബ കുട്ടികളെ ആരാക്കി മാറ്റുകയാണ്? യോഗ്യരാക്കി മാറ്റുകയാണ്. മനുഷ്യർ ദാൻ പുണ്യ കർത്തേ ഹേ ദൂസരേ ജന്മ കെ ലിയേ. മനുഷ്യർ ദാന പുണ്യാദികൾ ചെയ്യുന്നത് അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയാണ് മനുഷ്യർ ദാന പുണ്യാദികൾ ചെയ്യുന്നത്. അല്പകാലക്ക് പ്രാപ്തി, അതെല്ലാം അല്പകാലത്തെ പ്രാപ്തികളാണ്. തുമാരി തോ ഇസ് പഠായി സെ ഭവിഷ്യ 21 ജന്മോ കെ ലിയേ പ്രാരബ്ധ ബൻതി ഹേ. നിങ്ങളുടേത് ഈ പഠിപ്പിലൂടെ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്കാണ് കുട്ടികള് ഈശ്വരപ്രാപ്തികൾ നേടുന്നത്, സ്വത്ത് നേടുന്നത്. तो कोई इस माता पिता की आज्ञा पर पूरा चले तो एकदम तर जाए. മാതാപിതാവിന്റെ ആജ്ഞകളിലൂടെ കുട്ടികൾ പൂർണ്ണമായും നടന്നാൽ പൂർണ്ണമായും കുട്ടികൾ ആരാകും അല്ലെ, ഉയർന്ന വ്യക്തിത്വമുള്ളവരായിട്ട് മാറും. ബാബയുടെ അല്ലെ ഉയർന്ന പദവി നേടും, ബാബയുടെ മുഴുവൻ സ്വത്തിന്റെ അധികാരിയാകും. മാതാപിതാവി ഖുഷുവകെ. അങ്ങനെ ബാബ പറയുന്ന ആജ്ഞകളിലൂടെ കുട്ടികൾ പൂർണ്ണമായി നടക്കുമ്പോൾ മാതാപിതാവ് സന്തോഷിക്കും. അമൽമേ നഹി ലാത്തേ ഹോത്തോ പദവി കം ഹോ ജാത്താ ഹെ. പക്ഷെ നമ്മള് ബാബ പറയുന്ന കാര്യങ്ങൾ, ബാബയുടെ ശ്രീമത്ത് നമ്മൾ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ പദവി കുറഞ്ഞു പോകുന്നു. ശിവബാബ കഹത്തെ ഹേ മേ നിഷ്കാമി ഹോ അഭോക്താ ഹോ. ശിവബാബ പറയാണ്, ഞാൻ നിഷ്കാമിയാണ്, ഞാൻ അഭോക്താവാണ് അല്ലേ. ബാബ കുട്ടികളുടെ സേവനം ചെയ്തത് കുട്ടികളിൽ നിന്ന് വ്യക്തിപരമായി ഒന്നും സ്വയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിട്ടല്ല. ബാബ നിഷ്കാമിയാണ്, അഭോക്താവാണ്. നീ ബാബ എന്തെങ്കിലും അനുഭവം ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. तो मैं ये टोली आदि कुछ भी नहीं खाता हूँ. ബാബ പറയാണ്, ഞാൻ ഈ ടോളി ഒന്നും തന്നെ കഴിക്കുന്നില്ല. വിശ്വക്ക് പാദ്ഷാഹി ബി തുമാരെ ലിയേ ഹേ. ഈ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. യേ ഖാൻ പാൻ ബി തുമാരെ ലിയേ ഹേ. അല്ലെ, കുട്ടികള് ഇപ്പൊ ബ്രഹ്മബാബയുള്ള സമയത്ത് കുട്ടികൾ ബാബയെ കഴിപ്പിച്ചു കാണുമല്ലോ. പക്ഷെ ബാബ പറയാണ്, ഈ ആഹാരങ്ങൾ എല്ലാം നിർമ്മിക്കുന്നത്, ഈ ടോളിയും അല്ലെ എല്ലാം ബ്രഹ്മഭോജനം ഒക്കെ നിർമ്മിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. മേത്തോ സർവന്റ് ഹും. ബാബ എന്താ പറയുന്നത്? പ്രപഞ്ച രചയിതാവാണ് പറയുന്നത് അല്ലെ. ഞാനൊരു സെർവന്റ് ആണ്, ഞാൻ നിങ്ങൾ കുട്ടികളുടെ സെർവന്റ് ആണ് അല്ലെ. മേരെ ആനേക്ക ടൈം ബി മുക്രർ ഹേ. അല്ലെ, ഇപ്പൊ പരമാത്മാവ് എത്ര നിരഹങ്കാരിയാണ് അല്ലെ. ഭഗവാൻ ഈശ്വരൻ എത്ര നിരഹങ്കാരിയാണ്. അതുകൊണ്ടല്ലേ ഭഗവാന് പറയാൻ കഴിയുന്നത്, ഞാൻ നിങ്ങളുടെ സെർവന്റ് ആണ് അല്ലെ. നമ്മൾ പോലും പറയാൻ മടിക്കും, എന്താണ്, നമ്മള് സേവകരാണ്, സെർവന്റ് ആണ് അല്ലെ. ബാബ നമ്മളോട് പറയാണ്, ഞാൻ നിങ്ങളുടെ സെർവന്റ് ആണ്.
അല്ലെ, എനിക്ക് വരാൻ, ഈ സൃഷ്ടിയിൽ വരാനുള്ള സമയം ഫിക്സഡ് ആണ്. കൽപ്പ കൽപ്പ അപ്നെ ബച്ചോ കോ രാജ്യഭാഗ്യ ദേക്കർ മേ നിർവാൺ ധാം മേ ബൈഠ് ജാതാ ഹൂം. കൽപ്പകൽപ്പം തന്റെ കുട്ടികൾക്ക് രാജ്യഭാഗ്യം നൽകി ഞാൻ നിർവാണധാമത്തിൽ ഇരിക്കുകയാണ്. ബാപ്കോ ഷൽ കോയി ന ഭൂലെ. അതുകൊണ്ട് ബാബയെ ആരും മറക്കരുത്. ബാപ് തോ തുംകോ സ്വർഗയ്ക്ക് ബാദുഷാഹി ദേനെ ആയാ ഹൂം. ബാബ നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകാൻ വന്നിരിക്കുകയാണ്. സോ ബി തും ഉൻകോ ഭൂൽ ജാത്തെ ഹോ. അല്ലെ, എന്നിട്ടും കുട്ടികൾ എന്ത് ചെയ്യാണ്? ബാബയെ മറക്കുന്നു. ഇസ്കോ ബാബ് കാ പരിചയ ദേനെ കാ ഭി ബഹുത് സഹജ് തരീക്ക ബത്തായ. അല്ലെ, ആർക്കും ബാബയുടെ പരിചയം നൽകുന്നതിന്റെ വളരെ സഹജമായ മാർഗം പറഞ്ഞു തരികയാണ്. പൂച്ചോ പരംപിത പരമാത്മാ സേ ആപ്കാ ക്യാ സംബന്ധ ഹൈ. പരമപിത പരമാത്മാവിന്റെ കൂടെ താങ്കളുടെ സംബന്ധം എന്താണ്? ചോദിക്കൂ. പ്രജാപിത ബ്രഹ്മാസെ ആപ്കാ ക്യാ സംബന്ധ ഹൈ. പ്രജാപിത ബ്രഹ്മാവിന്റെ കൂടെ നിങ്ങളുടെ സംബന്ധം എന്താണ്? അല്ലെ, ദോനോ ബാപ് ഹൈ. ഇവര് രണ്ടുപേരും ആരാണ്? അച്ഛനാണ്. ഏക് നിരാകാർ ഏക് സാകാർ. ഒന്ന് സാകാര പിതാവാണ്, ഒന്ന് നിരാകാരി പിതാവാണ്. तो बाप को सर्वव्यापी कहने से वर्षा कैसे मिलेगा? ബാബ സർവ്യാപിയാണെന്ന് പറഞ്ഞാൽ ബാബയുടെ സ്വത്ത് എങ്ങനെ ലഭിക്കും? ശ്രീമത് ഭഗവാൻ കി മിൽത്തി ഹൈ. നമുക്ക് ശ്രീമത്ത്, അല്ലെ, ഓരോ കർമ്മത്തിലേക്കും ബാബയുടെ ശ്രീമത്താണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീമത് സേ ഹി തും ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ബനത്തെ ഹോ. ബാബയുടെ ശ്രീമത്തിലൂടെയാണ് നമ്മൾ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠരായി മാറുന്നത്. അച്ഛാ, मीठे मीठे सिक्के लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों के रूहानी बाप को नमस्ते. ധാരണ के लिए मुख्य सार. ഫസ്റ്റ് പോയിന്റ്, മായയുടെ കൊടുങ്കാറ്റുകളെ തരണം ചെയ്തുകൊണ്ട് ബാബയിൽ നിന്നും പൂർണ്ണമായും സ്വത്ത് നേടണം. माया के तूफानों को पार करते हुए बाप से पूरा पूरा वर्षा लेना. മായയുടെ കൊടുങ്കാറ്റുകളെ തരണം ചെയ്തുകൊണ്ട് ബാബയിൽ നിന്നും പൂർണ്ണമായും സ്വത്ത് നേടണം. മാതാപിതാ की आज्ञाओं को अमल में लाना है. മാതാപിതാവിന്റെ ആജ്ഞകളെ പ്രാക്ടിക്കൽ കൊണ്ടുവരണം. അല്ലെ, മാതാപിതാവിന്റെ ആജ്ഞകളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. सेकेंड पॉइंट, पुरानी दुनिया को भूल नई दुनिया को याद करना है. രണ്ടാമത്തെ പോയിന്റ് ആണ്, പഴയ ലോകത്തെ മറന്ന് പുതിയ ലോകത്തെ ഓർമ്മിക്കണം. പഴയ ലോകത്തെ മറന്ന് പുതിയ ലോകത്തെ ഓർമ്മിക്കണം. मौत के पहले बाप के पास स्वयं को इंश्योर कर देना है. മരണത്തിന് മുമ്പായി ബാബയുടെ അടുക്കൽ സ്വയത്തിനെ ഇൻഷുർ ചെയ്യണം. മരണത്തിന് മുമ്പായി, ഇത് വിനാശത്തിന് മുമ്പായി, ആദ്യം മരണത്തിന് മുമ്പായി ബാബയുടെ അടുക്കൽ സ്വയത്തെ ഇൻഷുർ ചെയ്യണം. वरदानम. बालक सो मालिक की सीढ़ी चढ़ने और उतरने वाले बेफिक्र डबल लाइट भव. ബാലനും അധികാരിയും, ബാലന്റെയും, അല്ലെ, ബാലനിൽ നിന്നും അധികാരി, ഈ പടി കയറുന്ന ഇറങ്ങുന്ന നിശ്ചിന്ത ഡബിൾ ലൈറ്റായി ഭവിക്കൂ. ഈ പടി കയറുന്ന ഇറങ്ങുന്ന നിശ്ചിന്ത ഡബിൾ ലൈറ്റായി ഭവിക്കും. ബാലനിൽ നിന്നും അധികാരി, ബാലനുമാകണം അധികാരിയുമാകണം. ബാലനാകുക, കുഞ്ഞാകുക എന്ന് പറഞ്ഞാൽ നിരഹങ്കാരി. അധികാരിയാകുക എന്ന് പറഞ്ഞാൽ അധികാരിയുടെ, അല്ലെ, സീറ്റിൽ ഇരിക്കുക. അപ്പൊ ബാബ പറയണ അധികാരിയുമാകണം ബാലനുമാകുക. ബാബ പറയണ അപ്പൊ ഇത് കയറി ഇറങ്ങാണ്. അധികാരിയുടെ സ്ഥിതിയിൽ ഇരിക്കുന്ന പറയുമ്പോ കയറുന്നു, അല്ലെ, ബാലന്റെ സീറ്റിൽ ഇരിക്കുന്ന പറയുമ്പോ ഇറങ്ങുന്നു, അല്ലെ, അതാണ് കയറുന്നത് ഇറങ്ങുന്നത്. അപ്പൊ ബാബ പറയണ അങ്ങനെയുള്ള നിശ്ചിത ഡബിൾ ലൈറ്റ് പോവാം. സദാ ഈ സ്മൃതി രഹേ മാലിക് സാത്ത് ബാലക് ബി ഹേ. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം, അധികാരിയോടൊപ്പം നമ്മൾ ആരാണ്? ബാലനുമാണ്. അധികാരിയോടൊപ്പം നമ്മൾ ബാലനുമാണ്, ബാബയുടെ ബാലനാണ്. ബാലക് സാത്ത് മാലിക് ബി ഹേ, ബാലനോടൊപ്പം നമ്മൾ അധികാരിയുമാണ്. അപ്പോ അധികാരിയോടൊപ്പം നമ്മൾ ബാലനുമാണ്, ബാലനോടൊപ്പം നമ്മൾ അധികാരിയുമാണ്. ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ബാലക് ബന്നേ സദാ ബേഫിക്കർ ഡബിൾ ലൈറ്റ് രഹേഗി. കുട്ടിയാണെങ്കിൽ എന്താവും? ബാലനാണ്. ബാലനാകുമ്പോൾ
സദാ നിശ്ചിന്തനും ഡബിൾ ലൈറ്റുമായിരിക്കും. ബാലനാകുമ്പോൾ സദാ നിശ്ചിന്തനും ഡബിൾ ലൈറ്റുമായിരിക്കും. മാലിക് അനുഭവ് കർണേസെ മാലിക് പൻക റുഹാനി നശാ ഹോഗ. അധികാരിയാണെന്നുള്ള അനുഭവത്തിലേക്ക് വരുമ്പോൾ, അധികാരിയാകുമ്പോൾ അധികാരിയുടെ ആത്മീയ ലഹരി ഉണ്ടാവും. അധികാരിയാണെന്നുള്ള ആ അനുഭവത്തിൽ അല്ലെ, എന്താ അധികാരിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അധികാരിയുടെ ആത്മീയ ലഹരി ഉണ്ടാവും. റായ് ദേനയ്ക്ക് സമയം മാലിക്, നിർദ്ദേശങ്ങൾ നൽകേണ്ട സമയത്ത് അധികാരി. ജബ് മെജോറിറ്റി ഫൈനൽ കർത്തേ ഹേ തോ ഉസ് സമയ ബാലക്. അപ്പോ നിർദ്ദേശം നൽകുമ്പോൾ നമ്മൾ അധികാരി ആയിരിക്കണം. ബാക്കി ഭൂരിഭാഗം ഫൈനൽ ചെയ്യുമ്പോൾ, ഏതൊരു കാര്യത്തിന്റെയും ഭൂരിഭാഗം ഫൈനൽ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ ബാലനാകണം. നമ്മുടെ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മൾ അധികാരിയായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ നൽകണം. പക്ഷെ അല്ലെ, പലരും നിർദ്ദേശങ്ങൾ നൽകും, പല കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ അന്തിമ തീരുമാനം എടുക്കുമ്പോൾ എന്തായിരിക്കണം? നമ്മൾ നിരഹങ്കാരിയാകണം. നമ്മൾ പറഞ്ഞതായിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ നിരഹങ്കാരിയായിരിക്കണം. നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഫൈനൽ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നിരഹങ്കാരിയായിരിക്കണം, അതായത് ബാലനാകണം. ഏ ബാലക് ഓർ മാലിക് ബന്നേക്ക് എക് സിഡി ഹി. അതുകൊണ്ട് ഇത് ബാലനാകാനും അധികാരിയാകാനുമുള്ള ഒരു പടിയാണ്, ഏണിപ്പടിയാണിത്. ഇത് അങ്ങനെയുള്ള ഒരു ഏണിപ്പടിയാണ്. ഇടയ്ക്ക് ബാലനാകണം, ഇടയ്ക്ക് അധികാരിയാകണം. ഇടയ്ക്ക് നമ്മൾ ആ ഏണിപ്പടിയുടെ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് അധികാരിയാകാണ്, ഇടയ്ക്ക് നമ്മൾ ആ ഏണിപ്പടിയുടെ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ബാലനാകാണ്. അപ്പൊ ബാലനും അധികാരിയുമാകുന്ന ഒരു ഏണിപ്പടിയാണിത്. ബാബു പറയാണ്, ഈ ഏണിപ്പടി ഇടയ്ക്ക് കയറൂ, ഇടയ്ക്ക് ഇറങ്ങും. എന്ത് ചെയ്യണം? സിറ്റുവേഷൻസിനനുസരിച്ച് അല്ലെ, അധികാരിയാകേണ്ട സമയത്ത് അധികാരിയാകൂ, അല്ലെ, ബാലനാകേണ്ട സമയത്ത് ബാലനാകും. അപ്പൊ അതുകൊണ്ട് ഈ ഏണിപ്പടി ഇടയ്ക്ക് കയറൂ, ഇടയ്ക്ക് ഇറങ്ങും. ഇടയ്ക്ക് ബാലനായി മാറും, ഇടയ്ക്ക് അധികാരിയായി മാറും. കിസിബി പ്രകാരത്തെ പൂജനഹിരിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഭാരവും ഉണ്ടാവില്ല. ഇടയ്ക്ക് ബാലനും ഇടയ്ക്ക് അധികാരിയുമാകുന്ന കുട്ടികൾക്ക്, സംയോജിതമായിട്ട് ബാലനും അധികാരിയുമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടി അത്രയും ഫ്ലെക്സിബിൾ പേഴ്സണാലിറ്റി. കാരണം അധികാരഭാവമുള്ളവർക്ക് എപ്പോഴും എന്താ കാണുക? ദേഹാഭിമാനമുള്ള വ്യക്തികളിൽ അധികാരഭാവം ഉണ്ടെങ്കിൽ അവർക്ക് അഹങ്കാരം കാണും. അധികാരിയായിരിക്കുന്നവര് അധികാരഭാവം അവരുടെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തായിരിക്കും? അഹങ്കാരികളായിരിക്കും, അവര് അഹംഭാവം ഉള്ളവരെ. ഇനി എന്താണ്? ബാലൻ, നമ്മള് കുഞ്ഞാണ് എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്? നിരഹങ്കാരിയാകും, അല്ലെ? നമ്മൾ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നിരഹങ്കാരിയാണ്. കുട്ടികളുടെ മനസ്സിൽ നിരഹങ്കാരിത്വമാണുള്ളത്, അവിടെ നമ്മൾ നിരഹങ്കാരിയാണ്. അപ്പൊ നിരഹങ്കാരിയാകുമ്പോൾ നമുക്ക് നിശ്ചിന്തമായിരിക്കാനും ഡബിൾ ലൈറ്റ് ആയിരിക്കും ചെയ്യും. നിരഹങ്കാരികളായിട്ടുള്ളവരാരാണ്? നിശ്ചിന്തരായിരിക്കും, ഡബിൾ ലൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സമയോചിതമായിട്ട് അധികാരിയും ബാലനുമായിട്ട് മാറാനുള്ള ഒരു ഫ്ലെക്സിബിൾ പേഴ്സണാലിറ്റി നമുക്ക് വേണം. അപ്പോ ഒരു പ്രകാരത്തിലുള്ള ചുമട് നമ്മളുടെ തലയിൽ ഉണ്ടാവില്ല, ഒരു പ്രകാരത്തിലുള്ള ഭാരവും നമുക്ക് അനുഭവപ്പെടില്ല. സ്ലോഗൻ: ജോ പുരുഷ് ആത്മാ സമജ് രഥ് ശരീർ ദ്വാര കാര്യ കരാത്തെ ഹി വഹി സച്ച പുരുഷാർത്ഥി. ആരാണോ ഞാൻ പുരുഷൻ, ബ്രാക്കറ്റില് ആത്മാവ്, ആരാണ് സ്വയത്തെ പുരുഷൻ എന്ന് മനസ്സിലാക്കി, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് മനസ്സിലാക്കി, രഥത്തിലൂടെ കാര്യങ്ങൾ ചെയ്തു, ശരീരമാകുന്ന രഥത്തിലൂടെ കാര്യങ്ങൾ ചെയ്തു. ഞാൻ പുരുഷനാണെന്ന് മനസ്സിലാക്കി, ആത്മാവാണെന്ന് മനസ്സിലാക്കി, ഈ ശരീരമാകുന്ന രഥത്തിലൂടെ ആരാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ് സത്യമായ പുരുഷൻ. ലവ്ലിൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യും. സേവാ സ്വയം की चढ़ती कला में सफलता का मुख्य आधार एक भाग से अटूट प्यार. സേവനത്തിലും സ്വയത്തിന്റെ കയറുന്ന കലയിലും, സേവനത്തിലും സ്വയത്തിന്റെ കയറുന്ന കലയിലും സഫലതയുടെ മുഖ്യ ആധാരം ഒരേ ഒരു ബാബയോടുള്ള മുറിയാത്ത സ്നേഹം. അപ്പൊ സേവനത്തിലും സ്വയത്തിന്റെ കയറുന്ന കലയിലും സഫലതയുടെ മുഖ്യ ആധാരം ഒരേ ഒരു ബാബയോടുള്ള മുറിയാത്ത സ്നേഹം. ബാബ്ക്കെ സിവായി ഓർ കുച്ച് ദിക്കായി നദേ. ഒരേ ഒരു ബാബയെ അല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്, ഒരേ ഒരു ബാബയെ അല്ലാതെ മറ്റൊന്നും കാണപ്പെടരുത്. സങ്കൽപ് മേ ഭി ബാബ, ഗോൽ മേ ഭി ബാബ, കർമ്മ മേ ഭി ബാബ, ബാബ്ക്കെ സാത്ത്. നമ്മുടെ സങ്കല്പങ്ങളിലും ബാബ, നമ്മുടെ വാക്കുകളിലും ബാബ, നമ്മുടെ കർമ്മങ്ങളിലും ബാബ, സദാ ബാബയുടെ കൂടെ. എന്താ അനുഭവം ചെയ്യേണ്ടത്? നമ്മുടെ സങ്കല്പങ്ങളിലും ബാബ, വാക്കുകളിലും ബാബ, കർമ്മത്തിലും ബാബ, സദാ ബാബയുടെ കൂടെ. ऐसी लवलीन स्थिति में रह एक शब्द भी बोले के
तो वो स्नेह के बोल दूसरी आत्मा को भी स्नेह में बांध दे. ബാബ പറയാണ് അങ്ങനെ അത്രയും കുട്ടികളുടെ ഉള്ളില് ബാബയോട് മുറിയാത്ത സ്നേഹമുണ്ട്. ബാബയെ അല്ലാതെ അവർക്ക് മറ്റൊന്നും ഇവിടെ കാണപ്പെടുന്നില്ല. അവരുടെ സങ്കല്പങ്ങളിലും ബാബ നിറഞ്ഞു നിൽക്കുന്നു, വാക്കുകളിലും ബാബ, കർമ്മത്തിലും ബാബ. അങ്ങനെ ബാബ കൂടെയുള്ള അനുഭവം ചെയ്യുന്ന കുട്ടികള്, അങ്ങനെ ലൗലീനമായ സ്ഥിതിയിലിരിക്കുന്ന കുട്ടികളുടെ അവര് പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ അല്ലെ, അവരുടെ ആ സ്നേഹത്തിന്റെ വാക്കുകൾ ഏതൊരാത്മാവിനെയും പരമാത്മാ സ്നേഹത്തിൽ ബന്ധിക്കും അല്ലെ. അവരാ പരമാത്മാ സ്നേഹത്തിൽ ലൗലീനമായി ഇരുന്നുകൊണ്ട് പറയുന്ന സ്നേഹനിർഭരമായ വാക്കുകൾ എന്താണ്, ഏതൊരാത്മാവിനെയും പരമാത്മാ സ്നേഹത്തിൽ ബന്ധിക്കുന്നു. ऐसे लवलीन आत्मा का एक शब्द ही जादू का मंत्र का काम करेगा. അങ്ങനെയുള്ള ലൗലീൻ ആത്മാവിന്റെ ഒരു ബാബ എന്നുള്ള ആ ശബ്ദം എന്താണ്, അത് എന്താ ഇന്ദ്രജാലം പോലെ അല്ലെ. ബാബ പറയാണ് അത് ഇന്ദ്രജാലത്തിന്റെ ഒരു മന്ത്രം പോലെ, അത്ര മാജിക്കിന്റെ രൂപത്തിൽ അത് പ്രവർത്തിക്കും. ബാബ പറയാണ്. ഓംശാന്തി. Mm-hmm.